വാഴ്ത്തപ്പെടട്ടെ. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ അടുത്ത് വരുവാൻ കർത്താവ് തന്ന ഈ വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒത്തിരി പ്രാവശ്യം ഈ സ്ക്രീനിലൂടെ നിങ്ങളെയൊക്കെ കാണുവാൻ കർത്താവ് അവസരം തന്നു. എന്നാൽ ഇന്ന് ഇങ്ങനെ നേരിട്ട് കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ ഈ വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കും ദൈവത്തിൻ്റെ ദയയ്ക്കുമായി ഞാൻ ഏറെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ റിജോയ്സ് മിനിസ്ട്രി, ഈ ദൈവസഭ ശരിക്കും അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെയും ഞങ്ങളുടെ യാത്രകളുടെയും ഒരു ഭാഗം കൂടെയാണ്. കാരണം കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ഒട്ടനവധി പ്രാവശ്യം നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ, വചനം പങ്കിടുവാനൊക്കെ കർത്താവ് അവസരം തന്നു. പ്രത്യേകിച്ച് പ്രിയ സണ്ണിയങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നൽകപ്പെട്ട എല്ലാ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മകൾക്കുമായിട്ട് ഞാൻ ഏറെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചൊരു ദൈവസഭയാണ്, ഒത്തിരി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തൊരു ദൈവസഭയാണ്. നിങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ദൈവം ഈ ദൈവസഭയെ, പ്രിയ സണ്ണിയങ്ങൾ കുടുംബം എല്ലാവരെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. നാട്ടിൽ വെച്ച് എനിക്ക് തോന്നുന്നു വിവാഹത്തിന് വന്ന സമയത്ത് പലരെ കാണുവാൻ കർത്താവ് അവസരം തന്നു. എല്ലാറ്റിനും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നമ്മെ ഒന്നിച്ച് സഹായിക്കട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ തിരുവെഴുത്തുകളുടെ മുമ്പിലേക്ക് അടുത്ത് വരാം. കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലായിരുന്നു. സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ കർത്താവിൻ്റെ കൃപ അനുഭവിച്ച് നിൽക്കുവാൻ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ദൈവം അവസരം നൽകുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളിപ്പോൾ കുടുംബമായി കോട്ടയത്ത് മണിപ്പുഴ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങളായിരിക്കുന്നത്. ദൈവം ഒരു 1.5 വർഷങ്ങൾക്ക് പുറകിൽ തന്നൊരു നിയോഗപ്രകാരം ഒരു പൈനിയർ വർക്ക് ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കർത്താവ് ഒരു 6 മാസങ്ങൾക്ക് പുറകിൽ അവസരം തന്നു. പുതിയ ആത്മാക്കളെ ദൈവം കൂട്ടിവരുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം ആ പ്രവർത്തനത്തെ മാനിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന പിന്നെയും ഞാൻ ആ പ്രവർത്തനത്തോട് ചോദിക്കുന്നു. ദൈവം നമ്മെ ഒന്നിച്ച് സഹായിക്കട്ടെ. നമ്മുടെ തിരുവിടത്തിലേക്ക് വേഗം നമുക്ക് തിരിയാം. നിങ്ങളുമായി പങ്കുവെക്കേണ്ടതിന് കർത്താവിൻ്റെ പക്കൽ തന്നിരിക്കുന്ന ഒരാത്മീക ചിന്ത പുറപ്പാട് പുസ്തകം അതിൻ്റെ 33-ാമത്തെ അധ്യായത്തിനകത്തുനിന്നാണ്. പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായത്തിനകത്തുനിന്നാണ്. പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായം അതിൻ്റെ 12 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 12 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. മോശെ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്കെന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനമെന്നോർക്കണമേ. അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയുമെന്ന് നീ ഞങ്ങളോട് കൂടെ പോരുന്നതിനാൽ അല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. ആമേൻ. പ്രിയരെ, നമുക്ക് ഈ പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായത്തെ നമ്മൾ ഈ ഭാഗം ഒന്ന് ചിന്തിച്ചു വരണമെങ്കിൽ നമുക്കതിൻ്റെ 32-ാമത്തെ അധ്യായം മുതലൊന്ന് വായിച്ചാലേ നമുക്കിതിൻ്റെ ഈ ഒരു ആശയത്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. കാരണം ഇസ്രായേൽ ചരിത്രത്തിനകത്ത് ഈ 32-ാമത്തെ അധ്യായമാണ് അവർ ഏറ്റവും വേഴ്സ്റ്റായിട്ട് ദൈവത്തോട് തിരിഞ്ഞ അവരുടെ മരുഭൂയാത്രയിലുള്ള അധ്യായങ്ങളിലൊന്ന്. കാരണം സീനായുടെ താഴ്വരയിൽ വെച്ച് മോശ ദൈവ സാന്നിധ്യത്തിന് മുമ്പിലേക്ക് കയറിപ്പോയ മനുഷ്യൻ. പക്ഷേ താഴ്വരയിൽ ഈ ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് അവർ പറഞ്ഞു, മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് ഈ കാളക്കുട്ടിയാണ്. ശരിക്കും ഒറ്റ നിമിഷം കൊണ്ട് ദൈവത്തിൻ്റെ വഴികളെ, ദൈവത്തെ മറന്ന ജനം, കർത്താവിനെ അറിയാതിരുന്ന ജനം, ദൈവഹിതത്തെ തിരിച്ചറിയാതിരുന്നൊരു ജനം, അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി. അവർ പറഞ്ഞു, ഇന്നോട്ട് ഇതാ ഞങ്ങളുടെ ദൈവം, ഞങ്ങളെ പുറപ്പെടുവിച്ചത് ഈ കാളക്കുട്ടിയാണ്. പക്ഷേ ഇതിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് ദൈവം അവരോട് പറയുന്നൊരു ഭാഗമാണ് നമ്മൾ ഈ വായിച്ചതിനും അതിനു മുമ്പുള്ള ഭാഗങ്ങളൊക്കെ.
ശരിക്കും നിങ്ങൾ ആ ഭാഗത്തിൻ്റെ ഒരു ഭയാനകതയൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവരെ അത്ഭുത വഴികളിലൂടെ ദൈവം പുറപ്പെടുവിച്ചു, ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ ഇവർ ഒറ്റ നിമിഷം കൊണ്ട് പറയുകയാണ്, ഞങ്ങൾക്ക് അപ്പനെ വേണ്ടെന്ന്. ഞങ്ങൾക്ക് അപ്പനെ വേണ്ട. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ട്. നമ്മൾ ഒരു ദിവസം നമ്മൾ വീട്ടിലോട്ട് കയറി വരുന്ന സമയത്ത് നമ്മുടെ മക്കൾ മറ്റൊരപ്പനെ പിടിച്ച് നമ്മുടെ വീട്ടിൽ നിർത്തിയിട്ട് പറയുകയാണ്, ഇതാണ് എന്നെ ജനിപ്പിച്ച അപ്പൻ, ഇന്ന് തൊട്ട് ഇതാണെൻ്റെ അപ്പൻ. നമ്മളെങ്ങനെ പ്രതികരിക്കും? നമ്മളെങ്ങനെ പ്രതികരിക്കും? ഉറപ്പാണ്, ഒരു കാര്യം ഉറപ്പാണ്, അത് നമ്മുടെ വീടാണ്, നമ്മൾ പേ ചെയ്യുന്ന വീടാണെങ്കിൽ, അല്ല അത് റെൻറ്റഡ് ഹൗസ് ആണെങ്കിൽ നമ്മളാണ് അതിൻ്റെ പൈസ കൊടുക്കുന്നെങ്കിൽ, ഉറപ്പാണ് നമ്മൾ പറയും, നിനക്ക് ഈ അപ്പനുമായി ഇവിടെ, അല്ലെങ്കിൽ അപ്പനുമായിട്ട് നിനക്ക് ജീവിക്കണമെങ്കിൽ ഈ വീട് അതിനുള്ള വീടല്ല. കാരണം ഈ വീട് ഞാൻ വിലയ്ക്ക് കൊടുത്ത വീടാണ്, ഞാൻ വിലയ്ക്ക് വാങ്ങിയ വീടാണ്, ഇത് എൻ്റെ വീടാണ്. നിനക്ക് അപ്പനും മോനും കളിക്കാൻ ഈ വീട്ടിൻ്റെ പുറത്തേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് ഏതൊരപ്പനും പുറത്താക്കും. കാരണം അവൻ അപ്പൻ്റെ തലയെ അപമാനിച്ചത് കൊണ്ട് അവനെ പുറത്താക്കും. പക്ഷെ ഞാൻ അവിടെയാണ് ദൈവത്തിൻ്റെ സ്വഭാവത്തെ കണ്ടത്. ദൈവത്തിൻ്റെ സ്വഭാവത്തെ കണ്ടത്. ഇത്രയും കാര്യം ഈ ജനം ചെയ്തപ്പോഴും 32-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പം അവിടെ കാണുന്ന ഒരു പദപ്രയോഗം കിടപ്പുണ്ട്. 32-ന്റെ അവസാനം 34-ാമത്തെ വാക്യം, ആകയാൽ നീ പോയി ഞാൻ നിന്നോട് അരുളി ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടു പോക, എന്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടക്കും. ദൈവം സ്റ്റിൽ പറയുകയാണ്, നീ ആ ജനത്തെ ഞാൻ പറഞ്ഞ ദേശത്തോട്ട് കൂട്ടിക്കൊണ്ടു പോവുക എന്ന് പറഞ്ഞാൽ, അവർ ഇത്രയും പാപം ചെയ്തിട്ടും ഇത്രയും ദൈവത്തെ വിട്ടു മാറിയിട്ടും ദൈവം പറയുന്നു, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ ദേശം ഞാൻ അവർക്ക് കൊടുക്കും. എൻ്റെ പ്രിയരെ, ഞാൻ ഇവിടെ മനസ്സിലാക്കിയൊരു വലിയ കാര്യമുണ്ട്. കാരണം ഈ പലപ്പോഴും പല വാഗ്ദത്തങ്ങളും ഫുൾഫിൽ ചെയ്യുമ്പോഴും മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിലും വാഗ്ദത്തങ്ങൾ ഫുൾഫിലാകാം. അത് നമ്മുടെ മികവ് കൊണ്ടല്ല, അത് ദൈവത്തിൻ്റെ വിശ്വസ്തത കൊണ്ടാണ്. കാരണം ഈ ജനം ദൈവമായിട്ട് ഒരു ബന്ധവും ഇല്ല. അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു. അന്നേരവും ദൈവം പറയുക, നീ ജനത്തെ കൊണ്ട് പുറപ്പെട്ടു, ഞാൻ നിങ്ങൾക്ക് ആ ദേശം അവകാശമായിട്ട് തരും. അപ്പം ചിലതൊക്കെ ഫുൾഫിലായത് നമ്മൾ ചെയ്ത പാപത്തിനപ്പുറവും ചിലതൊക്കെ ഫുൾഫിലായിട്ടുണ്ടെങ്കിൽ, കർത്താവുമായിട്ടുള്ളൊരു ബന്ധമില്ലാത്ത സമയത്തും ചിലതൊക്കെ നിറവേറിയിട്ടുണ്ടെങ്കിൽ, അതൊരിക്കലും നമ്മുടെ കഴിവല്ലായിരുന്നു, നമ്മുടെ അപ്പൻ്റെ സ്വഭാവമായിരുന്നു. നമ്മുടെ അപ്പൻ്റെ സ്വഭാവമായിരുന്നു. അവിടുത്തേക്ക് തൻ്റെ സ്വഭാവം മാറ്റാൻ കഴിയാത്തത് കൊണ്ട്, അവിടുത്തേക്ക് തൻ്റെ സ്വഭാവത്തെ നീക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ കർത്താവ് അതിനെ ഫുൾഫിൽ ചെയ്ത ദൈവമാണ്. പക്ഷേ എനിക്ക് ആ 33-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവം ഒരു കാര്യം കൂടെ അവരോട് പറയുന്നുണ്ട്. 33-ന്റെ 1-ാമത്തെ വാക്യം പറയുകയാണ്, നിന്റെ സന്തതിക്ക് കൊടുക്കാമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് തന്നെ കൊണ്ടുപോകും. അപ്പം ദൈവം ചിന്തിക്കുകയാണ്, നിങ്ങൾ എന്തായാലും എന്നെ വിട്ട് ഇത്രയും പാപം ചെയ്തില്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ദേശം തരത്തില്ല, മറ്റൊരു ദേശം തരാം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വരണ്ട ദേശം, കുറച്ചും കൂടെ കരിഞ്ഞുണങ്ങിയ ദേശം, ഒരു വല്ലാത്ത ദേശം, അങ്ങനത്തെ ഒരു ദേശം. പക്ഷെ ദൈവം പറയാം, നോ, ഞാൻ അബ്രഹാമിനോട് പറഞ്ഞ, ഇസഹാക്കിനോട് പറഞ്ഞ, യാക്കോബിനോട് പറഞ്ഞ ആ സെയിം ദേശം തന്നെ ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞാൽ, ഇത്രയും മറുതലിച്ചിട്ടും ദൈവം പറയുകയാണ്, വാഗ്ദത്തങ്ങളെ ഞാൻ ഫുൾഫിൽ ചെയ്യും. അവിടെ കൊണ്ട് തീർന്നില്ല, ഇനി 2-ാം ഭാഗം നോക്കണം. അവിടെ പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ. അപ്പം ഇവരോട് വാഗ്ദത്തം ചെയ്ത് ദൈവം പുറത്തിറക്കിയത് എന്താണ്? ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് തന്നെ കൊണ്ടുപോകുമെന്നാണ്. എന്നാൽ നിങ്ങൾ പാപം ചെയ്തുകൊണ്ട് ഞാൻ ആ ദേശത്തെ പാലും തേനും അങ്ങ് വെട്ടുക, നിങ്ങളുടെ ഭക്ഷ്യയോഗ്യമായതൊക്കെ അങ്ങ് വെട്ടിക്കളയുക, വരണ്ട് കളയുക. ദൈവത്തിന് കഴിയത്തില്ലേ? ഒറ്റ രാത്രി കൊണ്ട് ചെങ്കടലിനെ പറ്റിക്കാൻ പറ്റുമെങ്കിൽ അതേ ഒറ്റ രാത്രി കൊണ്ട് തന്നെ വരണ്ടതാക്കി മാറ്റാനും ദൈവത്തിന് പറ്റും. പക്ഷെ ദൈവം പറയുന്നു, എൻ്റെ സ്വഭാവത്തിന് അത് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ സ്വഭാവത്തിന് അത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങൾക്ക് ദേശത്തിൻ്റെ നന്മ തരും. അപ്പം 1 വാഗ്ദത്തം തരും, 2 ദേശത്തിൻ്റെ നന്മ തരും. ഇനി 3-ാമത്തെ കാര്യം, ദേശത്തിൽ ഞാൻ സംരക്ഷണവും തരും. അത് അടുത്ത ഭാഗം പറയുന്നുണ്ട്, കനാന്യർ, അമോര്യർ, ഹിത്യർ, പെരിസ്യർ, ഹിവ്യൻ, എബൂസ്യർ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. അപ്പം ശരിക്കും പ്രാർത്ഥനകളൊക്കെ ഫുൾഫിൽ ആകുന്നൊരു ദൂത ഇവിടെ കേൾക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ദേശം തരും, ഞാൻ നിങ്ങൾക്ക് ദേശത്തിൻ്റെ നന്മ തരും, ഞാൻ നിങ്ങൾക്ക് ദേശത്തിൽ സംരക്ഷണവും തരും. ശരിക്കും അവർ ആ ദേശത്ത് ചെന്ന് പാർക്കുമ്പം അതിനെ പിടിച്ചടക്കുക. പക്ഷേ ഈ പിടിച്ചടക്കുന്നത് ഒത്തിരി വെല്ലുവിളിയാണ്. പക്ഷെ ദൈവം പറയുന്നു, പിടിച്ചടക്കി ഞാൻ ആ ദേശത്തെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തരും.
മുഴുവനായി ഞാൻ തരും. ദൈവത്തിൻ്റെ സ്വഭാവത്തെ നിങ്ങൾ അതിനകത്ത് കണ്ടോ? പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് ഒറ്റ കാര്യം പറഞ്ഞു. അതിനു മുൻപും പറയുന്നുണ്ട്, ഞാൻ വരത്തില്ല, ഞാൻ വേണേ എൻ്റെ ദൂതനെ നിങ്ങൾക്ക് മുമ്പായിട്ട് അയക്കാം എന്ന് പറഞ്ഞാൽ, ദേശം ഞാൻ തരും, ദേശത്തിൻ്റെ നന്മ ഞാൻ തരും, ദേശത്തിൻ്റെ സുരക്ഷിതത്വം ഞാൻ തരും, ആ ദേശത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമാണോ അതൊക്കെ തരാം. പക്ഷെ ഞാൻ മാത്രം വരത്തില്ല, എൻ്റെ ദൂതനെയും കൂടെ തരും. നമ്മളായിരുന്നെങ്കിൽ ദൂതൻ ഇത്രയും കൂടെ ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ സുരക്ഷിതത്വം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിലൊരു ദൂതനൂടെ ആയാൽ ഓക്കെയാ, കാര്യങ്ങൾ ഓക്കെയാ. പക്ഷെ മോശയ്ക്ക് മനസ്സിലായി, ദൂതനുണ്ടായിട്ട് കാര്യമില്ല, ദേശം ഉണ്ടായിട്ട് കാര്യമില്ല, ദേശത്തിൽ നന്മ കിട്ടിയിട്ടും കാര്യമില്ല, സാന്നിധ്യമില്ലെങ്കിൽ വെറുതെയാ. ഇത് പറഞ്ഞാൽ ദൈവമില്ലാത്ത കനാൻ നരകമാണ്, ദൈവം ഇല്ലാത്ത കാനാൻ നരകമാ. മോശക്കറിയാം കാനാൻ കിട്ടിയിട്ട് കാര്യമില്ല, കാനാനിലെ പാലും തേനും കിട്ടിയിട്ട് കാര്യമില്ല, കാനാനിലെ സുരക്ഷിതത്വം കിട്ടിയിട്ട് കാര്യമില്ല, കാനാനിൽ എൻ്റെ ദൈവം വേണം. എൻ്റെ പ്രിയരെ, നമ്മുടെ ഈ ആയുസിനകത്ത് നമുക്ക് എന്തുണ്ടെങ്കിലും അതിനകത്ത് ദൈവമില്ലെങ്കിൽ അത് നമുക്ക് നരകമാണ്. എന്ന ജീവിതത്തിൻ്റെ കഠിനമായ കാലത്തൂടെ നമ്മൾ പോകുന്നെങ്കിലും അതിൻ്റെ നടുവിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ കാലഘട്ടത്തെയും ആനന്ദകരമാക്കി മാറ്റാൻ കഴിയുന്ന ഒരപ്പൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ ഏത് കയറ്റിറക്കങ്ങളുടെ നടുവിലും എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ അപ്പൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, കരുത്തനാം കർത്താവിൻ്റെ കരത്തിൽ പിടിച്ചാൽ അതിൻ്റെ നടുവിലും എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ഒന്നിനാലും വീട് പോകത്തില്ല, ഒന്നിനാലും ഞാൻ തളർന്നു പോകത്തില്ല, ഒന്നിനാലും ഞാൻ തകർന്നു പോകത്തില്ല. കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു അപ്പനുണ്ട്. എൻ്റെ പ്രിയരെ, ദേശമാണോ വലുത്, സാന്നിധ്യമാണോ വലുത്? ആ ദേശത്തിൻ്റെ നന്മയാണോ വലുത്, അപ്പനാണോ വലുത്? മോശയ്ക്ക് മനസ്സിലായി, എനിക്കിനി ഈ ഭൂമിയിൽ എന്തൊക്കെ കിട്ടിയാലും, കാരണം ദൈവം അവനെ അങ്ങനെ പഠിപ്പിച്ച് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഈ പാഠത്തിലൂടെ കടന്നുപോയ മോശയ്ക്കറിയാം, എനിക്ക് ഇതിനെ കോംപ്രമൈസ് ചെയ്ത് മറ്റെന്ത് കിട്ടിയിട്ട് ഒരു കാര്യവും ഇല്ല. തിരു സാന്നിധ്യത്തെ കോംപ്രമൈസ് ചെയ്ത് ബാക്കി എന്ത് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ദൈവമകളെ, ഈ കാലഘട്ടത്തിനകത്ത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം, തിരു സാന്നിധ്യത്തെ കോംപ്രമൈസ് ചെയ്ത് മറ്റൊന്ന് വേണ്ടെന്ന് പറ, മറ്റൊന്ന് വാങ്ങിക്കാതിരിക്കുക. തിരു സാന്നിധ്യത്തെ കോംപ്രമൈസ് ചെയ്യുന്നത് ഒന്നും നമ്മുടെ ലൈഫിനകത്ത് വേണ്ട. തിരു സാന്നിധ്യത്തെ കോംപ്രമൈസ് ചെയ്യുന്ന ഒന്നും നമ്മുടെ ലൈഫിനകത്ത് വേണ്ട. ആ മാറ്റ് കുറയ്ക്കുന്നത് ഒന്നും, ഡ്യൂപ്ലിക്കേറ്റുകൾക്ക് വേണ്ടി ആയുസ് കളയരുത്. ആ ഒറിജിനൽ എസൻസിൽ ആ സാന്നിധ്യത്തെ അനുഭവിക്കണം. ആ പൂർണ്ണതയുടെ തലത്തിൽ നമുക്ക് ആ സാന്നിധ്യത്തെ അനുഭവിക്കാം. ദൈവ സാന്നിധ്യത്തെ കോംപ്രമൈസ് ചെയ്യുന്നത് ഒന്നും നമ്മുടെ ലൈഫിനകത്ത് വേണ്ട. ശരിക്കും ഈ ദൈവ സാന്നിധ്യത്തെ കോംപ്രമൈസ് ചെയ്തുള്ള കുഴപ്പം എന്നറിയാമോ? ബാക്കി എല്ലാ മേഖലയിലും നമ്മൾ എക്സൽ ആയിരിക്കും, പക്ഷേ ഈ സാന്നിധ്യമില്ലെങ്കിൽ അവസാനം നമ്മുടെ ചരിത്രം എഴുതുമ്പം ലോത്തിൻ്റെ ചരിത്രം പോലാവും. ലോത്തിൻ്റെ ചരിത്രത്തിനകത്ത് ലോത്തിൻ്റെ ബോക്സിൽ എല്ലാ ബോക്സിലും ടിക്ക് ചെയ്യപ്പെട്ടു, പക്ഷെ ടിക്ക് ചെയ്യാത്ത ഒറ്റ ബോക്സേ ഉള്ളായിരുന്നു. ദൈവ സാന്നിധ്യത്തിൻ്റെ ബോക്സിൽ ടിക്കില്ലായിരുന്നു. ലൈഫ് എന്താ? ഏറ്റവും അവസാനം ലേഖനകർത്താവ് എഴുതി വെച്ചൊരു പദമുണ്ട്, വലഞ്ഞു പോയെന്ന്. അപ്പോൾ പ്രിയരെ, ഈ ദൈവമില്ലാത്ത ബോക്സുകൾ ഓപ്പൺ ആണെങ്കിൽ ആ മേഖല നിങ്ങളുടെ പരാജയമായിരിക്കും. മാനുഷികമായിട്ട് നമ്മൾ നോക്കിയാൽ ലോത്ത് എന്നെ മിടുക്കന അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങി. അബ്രഹാമിനറിയാം, പ്രത്യേകിച്ച് എനിക്ക് സൈഡിലും മുമ്പിലും ഒന്നും നോക്കാനൊന്നുമില്ല, എനിക്ക് ആകെപ്പാടെ ദൈവത്തെ മാത്രമേ നോക്കാനുള്ളൂ. അവൻ ദൈവത്തെ നോക്കി. പക്ഷേ ഈ മനുഷ്യൻ അവിടെ നിന്നിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, എവിടെ കിട്ടും, നല്ലത് എവിടെ കിട്ടും, സെർച്ച് ചെയ്ത് അവസാനം അബ്രഹാമിനെ വിട്ടു പോകുമ്പോൾ ഒരു സെൻഡ് ഓഫ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിനകത്ത് പറഞ്ഞ സാക്ഷ്യം നിങ്ങളൊന്ന് കേൾക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയും നാളായി ഒരുമിച്ച് എന്ത് ചെയ്യുന്നു? യാത്ര തുടങ്ങി. പക്ഷേ കഴിഞ്ഞ ദിവസം പ്രഭാതത്തിൽ ഞാൻ തലപൊക്കി നോക്കിയപ്പം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഏറ്റവും റൈറ്റായിട്ടൊന്ന് ഒരുക്കി. അതെൻ്റെ കണ്ണിനെ ദൈവം എന്ത് ചെയ്തു? കാണിച്ചു തന്നു. ആ കൃത്യം സ്ഥലം ഞാൻ കണ്ടു. ഞാൻ ആ ദേശത്തോട്ട് എന്ത് ചെയ്യുക? വലിയ സാക്ഷ്യം പറഞ്ഞൊക്കെ ആൾ പോയി. ആ ദേശത്ത് ചെന്നപ്പം അനുഗ്രഹം എന്താ കിട്ടാത്തത്? അവന് നല്ല സാഹചര്യങ്ങൾ കിട്ടി, നല്ല അനുഭവങ്ങൾ കിട്ടി, ബഹുമാനിക്കുന്ന ജനം കിട്ടി, പച്ചപ്പവൻ കണ്ടു, നല്ല പുഷ്ടിയുള്ള ദേശത്തേക്ക് എത്തി. അവിടെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം നോക്കിക്കഴിയുമ്പോൾ ഇവൻ ആ പട്ടണത്തിൻ്റെ വാതിൽക്ക കസേരയിൽ എന്ത് ചെയ്യുക? ഇരിക്കുക. ഈ കസേരയിൽ ഇരുന്ന ആൾക്കാർ മുഴുവൻ വ്യവഹാരത്തിനായിട്ട് ഇവൻ്റെ അടുക്കലേക്ക് വരിക. ഇവൻ അവരുടെ കാര്യങ്ങൾ മുഴുവൻ കേൾക്കുന്നവനായിട്ട് മാറി. പക്ഷേ ലേഖനകർത്താവ് എഴുതി വെച്ചൊരു കാര്യമുണ്ട്, അവൻ ആ ദേശത്തിൻ്റെ അതിക്രമം കണ്ടും കേട്ടും അവൻ്റെ പരമാർത്ഥതയുള്ള മനസ്സിൽ കുത്തുകൊണ്ട്, എന്നിട്ട് പിന്നീട് എഴുതി വെച്ചിരിക്കുന്ന വലഞ്ഞു പോയ നീതിമാനായ ലോത്ത്.
എന്ന് പറഞ്ഞാൽ അവൻ കണ്ടത് പട്ടണത്തിൻ്റെ മലിനതയായിരുന്നു. അവൻ ഈ ചുറ്റും നോക്കിയപ്പോൾ എന്താ കണ്ടത്? പട്ടണത്തിൻ്റെ മലിനത കണ്ടു. പക്ഷെ ദൈവം വിളിച്ചത് പട്ടണത്തിൻ്റെ മലിനത കാണാനല്ല, ദൈവം വിളിച്ചത് കർത്താവിനെ കാണാനാണ്. എന്ന് പറഞ്ഞാൽ അബ്രഹാം ദൈവത്തെ കണ്ട്. അബ്രഹാമിൻ്റെ ചുറ്റും അബ്രഹാമിൻ്റെ ബാഹ്യ കണ്ണ് ഓപ്പൺ അല്ലായിരുന്നോ? യെസ്, അത് ഓപ്പണാ. പക്ഷെ അവനും അറിയാം ചുറ്റും നടക്കുന്ന അധാർമികത. പക്ഷെ അതിനപ്പുറത്തേക്ക് അവൻ ദൈവത്തെ കണ്ടു. അതിനപ്പുറത്തേക്ക് അവൻ ദൈവത്തെ കണ്ടു. എൻ്റെ പ്രിയരെ, ആത്മീക ജീവിതത്തിനകത്ത് ഇങ്ങനൊരു കണ്ണങ്ങ് തുറക്കട്ടെ. എൻ്റെ പുറമെയുള്ള കണ്ണിനകത്ത് ഞാൻ കാണുന്ന പലതിനേക്കാളും എൻ്റെ അകക്കണ്ണ് തുറന്നുകൊണ്ട് ദൈവ സാന്നിധ്യത്തെ ആവോളം അനുഭവിക്കാൻ പറ്റുന്ന നിലയിൽ എൻ്റെ അകക്കണ്ണ് തുറക്കട്ടെ. ദൈവ സാന്നിധ്യത്തെ കോംപ്രമൈസ് ചെയ്യുന്നത് ഒന്നും എനിക്ക് വേണ്ട. അത് പച്ചപ്പാണെങ്കിലും വേണ്ട, അതും നല്ല സ്ഥലമാണെങ്കിലും വേണ്ട. ദൈവ സാന്നിധ്യത്തെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ ഞാൻ വിധേയപ്പെട്ട് കൊടുക്കത്തില്ലെന്ന് പറയാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളെ അപ്രൂവ് ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. അതിൻ്റെ നടുവിൽ നിങ്ങളെ അപ്രൂവ് ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. അബ്രഹാമിൻ്റെ വഴിക്കകത്ത് അബ്രഹാമിന് പ്രതിസന്ധിയുണ്ട്. പക്ഷെ അബ്രഹാമിന് ഒരു കാര്യം ഉറപ്പുണ്ട്, വാഗ്ദത്ത നാട്ടിൽ എന്നെ കരം പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു അപ്പനുണ്ട്. ഞാൻ ചോദിക്കും, സാന്നിധ്യം വേണോ അതോ ഈ ലോകത്തിൻ്റെ സാധ്യതകൾ മതിയോ? സാന്നിധ്യം വേണോ അതോ ഇവിടെയുള്ള അനുകൂല ഘടകങ്ങൾ മതിയോ? അബ്രഹാം പറഞ്ഞു, വേണ്ട, എനിക്ക് സ്വതമില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ദൈവം ഉണ്ടെങ്കിൽ മതി. ദൈവമില്ലാത്ത സ്വതം നരകമല്ലേ? ദൈവമില്ലാത്ത സ്വതം നരകമല്ലേ? എന്ന ദൈവമുള്ള മരുഭൂമിയെ, അതിനെ നിർജ്ജല ദേശത്ത് നീരുറവുകൾ പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. വരണ്ട ദേശത്ത് നീരുറവുകൾ പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് ആമേൻ പറഞ്ഞിട്ട് പറയണം, വരണ്ട ദേശത്തും നീരുറവ പുറപ്പെടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവമില്ലാത്ത പുഷ്ടി വെറുതെയാ. ദൈവമില്ലാത്ത സൗന്ദര്യം വെറുതെയാ. ദൈവമില്ലാത്ത ആ സമ്പുഷ്ടി വെറുതെയാ. ദൈവം ഉണ്ടേ. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. അതല്ല, ജീവിതത്തിൽ രോഗമുണ്ടോ? ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? മാനസികമായിട്ട് പ്രതിസന്ധിയുണ്ടോ? നിങ്ങൾ പോകുന്ന വഴിക്കകത്തൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന പീർ പ്രഷറുണ്ടോ? ഇതിൻ്റെ കൂട്ടത്തിൽ ദൈവം ഉണ്ടെങ്കിലോ അത് നിങ്ങൾക്കൊരു വിഷയമല്ല. ഒരു പക്ഷേ മറ്റൊരു ലോകത്തിനകത്ത് നിങ്ങൾക്ക് ഇതൊന്നുമില്ല, പല മേഖലയിൽ പീർ പ്രഷറൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാം ഓക്കെയാ. പക്ഷെ ഓക്കെ ആയതിനകത്ത് ദൈവം ഇല്ല, അത് ഡേഞ്ചറാ. പക്ഷേ ഈ സാഹചര്യങ്ങൾ മുഴുവൻ എനിക്ക് വിരോധമായി നിൽക്കുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾ വെല്ലുവിളിക്കും. അതിൻ്റെ നടുവിൽ നിങ്ങൾ ജയാളിയായിട്ട് നടന്നു തുടങ്ങും. സാധ്യതകൾക്കകത്തല്ല നമ്മൾ ജീവിക്കുന്നത് സാന്നിധ്യത്തിനകത്ത്. ഇന്ന് പകൽ ഈ ആരാധന യോഗത്തിൽ പങ്കെടുക്കുന്ന ജനത്തോട് എനിക്ക് പ്രബോധിപ്പിക്കാനുള്ളത്, സാഹചര്യങ്ങളുടെ സാധ്യതകൾക്കകത്ത് ആയുസ് പാഴാക്കരുത് കേട്ടോ. നിങ്ങൾ സാന്നിധ്യത്തിന്റെ ലോകത്ത് ജീവിക്കണം. സാന്നിധ്യത്തിന്റെ ലോകത്തിൽ ജീവിക്കണം. ചുറ്റുപാട് പറയുന്ന സാധ്യതയ്ക്കകത്തല്ല നമ്മൾ ജീവിക്കുന്നത്, സാന്നിധ്യത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജീസസ്. ഈ അബ്രഹാമിൻ്റെ ചരിത്രത്തെ നമ്മൾ നോക്കിയാൽ അബ്രഹാമിൻ്റെ ചരിത്രത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ അബ്രഹാമിൻ്റെ ചരിത്രത്തിനകത്ത് നമുക്കൊരു കാര്യം ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ അബ്രഹാമിന് ശേഷം തൻ്റെ മകനായ ഇസഹാക്ക്, ഈ ഇസഹാക്ക് ശരിക്കും അവനൊരു വരണ്ട ദേശത്ത് നിൽക്കുക. ആ ദേശത്ത് മൊത്തം പട്ടിണിയാണ്. അല്ലെങ്കിൽ അവിടെ ഒരു വലിയ ഫാമിൻ വരിക. ഈ ഫാമിൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം എന്താണ് ഇസഹാക്കിനോട് പറഞ്ഞത്? നീ വിതയ്ക്കാനാണ് പറഞ്ഞത്. അവൻ എന്ന് പറഞ്ഞാൽ ഇതൊരു യൂഷ്വൽ കാര്യമല്ല, അൺയൂഷ്വലാ. പക്ഷെ ദൈവം പറഞ്ഞു നീ വിതയ്ക്കാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വരണ്ട ദേശത്ത് ദൈവം ഉണ്ടേ, അതിൻ്റെ ഫലം 100 മേനിയാ. പുഷ്ടിയുള്ള ദേശത്ത് ദൈവം ഇല്ലെങ്കിൽ അതിൻ്റെ ഫലം തീ ഇറങ്ങുന്നതാണ്. പുഷ്ടിയുള്ള ദേശം തേടിപ്പിടിച്ച ആ ലോത്ത് ആ ദേശത്ത് കണ്ടത് തീയായിരുന്നെങ്കിൽ വരണ്ട ദേശത്ത് നിന്ന് ഇസഹാക്ക് കണ്ടത് 100 മേനിയാ. ഞാൻ ചോദിക്കട്ടെ, ഏതു വേണം നമുക്ക്? ഈ ദൈവമില്ലാത്ത പുഷ്ടി വേണോ അതോ ദൈവം ഉള്ള അവസ്ഥക്കകത്ത് കർത്താവ് നടത്തുന്ന വഴിമതിയോ? ദൈവം നടത്തുന്ന വഴിമതിയോ? ആ വഴികളിലൂടെ നിങ്ങളെ ജയാളിയായിട്ട് നടത്താൻ പറ്റുന്ന ഒരു അപ്പനുണ്ട്. സ്തോത്രം. ഞാൻ നിങ്ങളെ അടുത്തൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പം അപ്പം ഒന്നാമത്തെ കാര്യം, സാന്നിധ്യത്തെ കോംപ്രമൈസ് ചെയ്യുന്ന ഒന്നും നമുക്കുണ്ടാവരുത്. ഇനി മോശ എന്താകണം ഇതിനെ ആഗ്രഹിച്ചത്? മോശയുടെ ലൈഫിൽ ഒന്നാമത്തെ പാഠം ഞാൻ പറയാം. മോശയുടെ ലൈഫിൽ ദൈവം അവനെ പൊളിച്ചെടുത്തു. ദൈവം അവനെ ഒരുക്കിയെടുത്തിട്ട് മനസ്സിലാക്കി കൊടുത്തു എന്താണ് ഈ സാന്നിധ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന്. അവൻ ഈ സാന്നിധ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വന്നപ്പോഴാണ് അവൻ അതിനെ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകാതിരുന്നത്.
നിങ്ങൾ ശ്രദ്ധിച്ചോ, അവൻ ഭയങ്കര ചാടി പുറപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു. ഇവൻ്റെ ആദ്യത്തെ 40 വർഷം കഴിഞ്ഞിട്ട് നോക്കിക്കേ എന്നാ സംഭവിച്ചേ. 40 വർഷം കഴിഞ്ഞപ്പം പുള്ളി ഭയങ്കര ആവേശമായി. 40 വർഷം കഴിഞ്ഞപ്പം അവന് മനസ്സിലായി ഞാൻ ഈ ജനത്തെ എന്ത് ചെയ്യുന്നു. കാരണം അവൻ്റെ വളർച്ച തൊട്ട് അവൻ ഒരു കാര്യം അറിയാം. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു കൊടുത്തു കാണും, മോനെ യു ആർ സോ സ്പെഷ്യൽ, നീ സ്പെഷ്യലാ. കാരണം നിൻ്റെ ജനനം സ്പെഷ്യലാ, നിൻ്റെ റിക്കവറി സ്പെഷ്യലാ, നീ വെള്ളത്തിൽ ഇത് വലിച്ചു കെട്ടപ്പെട്ടത് സ്പെഷ്യലാ. ഇത് പറഞ്ഞാൽ നിനക്ക് ഡെഫിനറ്റ്ലി മോനെ ഒരു സ്പെഷ്യൽ ഡ്യൂട്ടി നിൻ്റെ ലൈഫിനകത്തുണ്ട്. ഇവനങ്ങനെ ഉറപ്പ് പ്രാപിച്ച് അവൻ സ്പെഷ്യലാണെന്നുള്ള ഉറപ്പ് തൻ്റെ അകത്തുണ്ട്. പക്ഷെ 40ാമത്തെ വയസ്സിൽ അങ്ങ് എടുത്ത് ചാടി ഞാൻ തന്നെ ജനത്തെ എന്ത് ചെയ്യാൻ പോവാ. കാരണം 40 വയസ്സ് നമുക്ക് അറിയത്തില്ല. ആയോധന കലകൾ പഠിച്ചു കാണും, കൊട്ടാരത്തിൻ്റെ നന്മ അവൻ കണ്ടു കാണും. ഇതൊക്കെ കണ്ട് നല്ല ആവേശപ്പെട്ട് 40ാമത്തെ വയസ്സിൽ ഒരു ഒറ്റ അടിക്കൊരുതിനെ എന്ത് ചെയ്തു, കൊന്നു കളഞ്ഞു. അവൻ വിചാരിച്ചത് ഞാൻ വിചാരിച്ച ഇപ്പം എന്ത് ചെയ്യും, നടക്കുമെന്നാണ് ചിന്തിച്ചത്. പക്ഷെ തമ്പുരാൻ അന്ന് പഠിപ്പിച്ചു, മോനെ എൻ്റെ പദ്ധതിക്കകത്ത് നിൻ്റെ കയ്യൂക്കിൻ്റെ ആവശ്യമില്ല. ലൈഫിൻ്റെ ഏറ്റവും വലിയ പാഠം എന്തെന്നറിയോ, ചില നേരത്ത് ദൈവം നമ്മെ പഠിപ്പിക്കും, ഈ ഞാൻ ഓവർ എന്തൂസിയാസ്റ്റിക് ആയിട്ട് കാര്യമില്ല. കർത്താവിൻ്റെ സമയത്തിനും കർത്താവിൻ്റെ ഇടപെടലുകൾക്കും ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഒരു ദൈവപൈതലിന് നല്ലത്. ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വളർച്ച തുടങ്ങുന്നത് ഈ ബോധ്യത്തിനകത്താണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ചാടി ഇറങ്ങുന്നത് കൊണ്ട് കാര്യമില്ല, എൻ്റെ അപ്പൻ അനുവദിക്കണം കാര്യങ്ങൾ നടക്കണമെങ്കിൽ. ഇവൻ അവൻ്റെ ഒറ്റയ്ക്ക് കയ്യൂക്കിനകത്ത് കാര്യങ്ങൾ നോക്കി. പക്ഷേ ഏറ്റവും അവസാനം നിർദ്ദയം എത്തി നിന്നതൊരു പരാജയത്തിനകത്താണ്. അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വരിക. കർത്താവ് പറഞ്ഞു, കാര്യമില്ല മോനെ. ഞാൻ എപ്പോഴും പറയും, ലൈഫിനകത്ത് ഏറ്റവും വലിയ പാഠം കിട്ടുന്നത് ഒത്തിരി കിട്ടുമ്പോഴല്ല, ഒന്നും കിട്ടാതിരിക്കുമ്പോഴാണ്. സീറോയാണ് ലൈഫിൻ്റെ ഏറ്റവും വലിയ പാഠം. കണക്ക് പറയുന്ന സീറോയ്ക്ക് ഒരു വിലയില്ലെന്ന്, ഒറ്റയ്ക്കിരുന്ന സീറോയ്ക്ക് ഒരു വിലയില്ലെന്ന്. പക്ഷെ ഞാൻ ജീവിതത്തിൽ ഇത് പഠിച്ചൊരു കാര്യം, സീറോയാണ് ലൈഫിൽ ഏറ്റവും വിലയുള്ളത്. കാരണം മറ്റെന്ത് നമ്പർ കൂടെ ഉള്ളതിനേക്കാളും നമ്മുടെ ലൈഫിന് വില ഉണ്ടായിരുന്നത് നമ്മൾ സീറോ ആയപ്പോഴാണ്. സീറോ ആയ ചില മണിക്കൂർ, ഒറ്റയ്ക്ക് നിന്ന ചില മണിക്കൂർ, നമ്മളിട്ട ഇൻപുട്ടുകളെല്ലാം ആ ഒരു 0ത്തിലേക്ക് എത്തി നിന്ന മണിക്കൂർ, ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ പതറി പാളിപ്പോയ മണിക്കൂർ, നമ്മൾ വിചാരിച്ച പോലെ ഒരു കാര്യവും നീങ്ങാത്ത സീറോയുടെ മണിക്കൂറിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ടത്. ഞാൻ പറഞ്ഞത്, ചില 0 ജീവിതത്തിൽ നല്ലതാണ് കേട്ടോ. ചില 0 ജീവിതത്തിൽ നല്ലതാണ്. ചില 0ത്തിനകത്താണ് നമ്മൾ ചിലത് പഠിച്ചത്. ചില 0ത്തിനകത്ത് നമ്മൾ ചില പഠിച്ചത്. ഇതുവരെ കിട്ടിയതിനേക്കാൾ കൂടുതൽ പാഠം കിട്ടിയത് ആ ശൂന്യതയുടെ നടുവിലാണ്. ഇതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിനേക്കാൾ പുതിയത് കിട്ടിയത് ആ ശൂന്യതയുടെ നടുവിലാണ്. സീറോ ഭയങ്കര പാഠമാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ ഇവരെ 7 പേര് മീൻ പിടിക്കാൻ പോയി. 7 പേര് മീൻ പിടിക്കാൻ പോയി. 7 പേരും കൂടെ പിടിച്ചിട്ട് കിട്ടിയത് എത്ര? ഒരു വലിയ 0. ഒന്നും കിട്ടിയില്ല. യോഹന്നാൻ 21 പറയുന്നത് 7 പേരും കൂടെ മീൻ പിടിക്കാൻ പോയിട്ട് ഒരു വലിയ 0 കിട്ടി. നമ്മളൊന്ന് ചിന്തിക്കണം. ഞാൻ ആ ഭാഗത്തെ മനസ്സിലാക്കുന്ന 153 കിട്ടിയതല്ല അത്ഭുതം, ഒന്നും കിട്ടാത്തത് അത്ഭുതം. 153 കിട്ടിയതല്ല അത്ഭുതം, ഒന്നും കിട്ടാത്തത് അത്ഭുതം. കാരണം എന്തേലും കിട്ടിയാൽ നാളെ കൂടുതൽ കിട്ടാനുള്ള പരിശ്രമമായി മാറും. കാരണം 3.5 വർഷത്തിന് ശേഷം മീൻ പിടിക്കുന്നതല്ലേ. അപ്പം അതിൻ്റെ പഴയ പോലെ ആ വശം പോയെന്നാണ് പറയുന്നത്. 3.5 വർഷം ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ, ഏതൊരു ട്രേഡുമാകട്ടെ, ഒരു 3, 3.5, 4 വർഷമൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ പിന്നെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഒരല്പം ബുദ്ധിമുട്ട്, ഒരു മെയ്വഴക്കമില്ലായ്മ, ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പത്രോസും കൂട്ടരും വേണമെങ്കിൽ പറയാൻ സാധ്യതയുണ്ട്, 3.5 വർഷമായില്ലേ ഗ്യാപ്പ്. ആ 3.5 വർഷത്തിൻ്റെ ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് കൊണ്ടാണ് എന്ത് വരാത്തത്? ആ പഴയ വഴക്കം വരാത്തത്. ഒരു 5 എണ്ണം കിട്ടിയാൽ പറഞ്ഞേനെ. പണ്ടത്തെ ഈ സ്ഥലം ഒന്ന് മാറിപ്പോയി, പഴയ വഴക്കമില്ല. ഇതുകൊണ്ടാണ് നാളെ നമുക്ക് കുറേം കൂടെ നന്നായിട്ട് എന്ത് ചെയ്യാം, ശ്രമിക്കാം. തമ്പുരാൻ പറഞ്ഞ്, ഇനി നിൻ്റെ ട്രൈ വേണ്ട, അന്ന് രാത്രി സീറോയാണ്. ചിലപ്പോഴൊക്കെ ഈ സീറോ ആയതിൻ്റെ കാരണം മനസ്സിലായോ? എന്തേലുമൊക്കെ അവിടെ നമുക്ക് തുറന്നിരുന്നെങ്കിൽ പിന്നെ നമ്മെ ദൈവത്തിന് അവൈലബിൾ അല്ല. പക്ഷെ ചിലയിടത്ത് ദൈവത്തിന് നമ്മെ അവൈലബിൾ ആയിട്ട് വേണമെങ്കിൽ ചില മേഖല അടയപ്പെട്ടിട്ടാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് അടയപ്പെട്ടിട്ട. ഒറ്റ രാത്രി മുഴുവൻ ടൈം ഇൻവെസ്റ്റ് ചെയ്തു, ഒറ്റ രാത്രി മുഴുവൻ ടാലൻറ്റ് ഇൻവെസ്റ്റ് ചെയ്തു, ഒരു രാത്രി മുഴുവൻ റിസോഴ്സുകൾ ഇൻവെസ്റ്റ് ചെയ്തു, ഒരു രാത്രി മുഴുവൻ മിടുക്കന്മാരുടെ അവരുടെ ലൈഫ് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടിയത് എന്താ? ഒരു ബിഗ് സീറോയാണ് കിട്ടുന്നത്. പക്ഷെ അന്ന് രാവിലെ ഒരു എൻകൗണ്ടറിൻ്റെ പകലായി മാറി. രാവിലെ ഒരു എൻകൗണ്ടറിൻ്റെ പകൽ. ശൂന്യവുമായിട്ട് തിരിച്ചു വരുമ്പം കാത്തിരിക്കുന്ന ഒരപ്പൻ്റെ കരം അവിടെ ഉണ്ടായിരുന്നു. മക്കളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു
താമസിക്കുന്ന സീറോയ്ക്കകത്തു നിന്ന് ദൈവത്തിൻ്റെ കരുതൽ അവർ തിരിച്ചറിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഇതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ ലൈഫിന്മേൽ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ചിന്തിക്കുന്നുണ്ടോ? ചില പൂജ്യങ്ങൾ നമ്മെ ദൈവത്തിൻ്റെ എൻകൗണ്ടറുകളാക്കി മാറ്റിയിട്ടില്ലേ? ചില ശൂന്യതകൾ ദൈവത്തിൻ്റെ എൻകൗണ്ടറുകളാക്കി മാറ്റിയിട്ടില്ലേ? ചില നഷ്ടങ്ങൾ ദൈവത്തോട് അടുപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ ചാനലാക്കി മാറ്റിയിട്ടില്ലേ? ദൈവ ഇഷ്ടത്തിനകത്ത് നമ്മെ, ദൈവ സാന്നിധ്യത്തിനകത്ത് നമ്മെ ഒരിപ്പിക്കാനുള്ള അനുഭവങ്ങളാക്കി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ മാറിയിട്ടില്ലേ? ഞാൻ ഉറപ്പ് പറയാം, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാ, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാ ദൈവ സാന്നിധ്യത്തിൻ്റെ പുത്തൻ തലങ്ങൾ നിങ്ങൾ അനുഭവിക്കണം എന്ന ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് ചില മേഖലകൾക്കകത്ത് തകർച്ചയുണ്ടെങ്കിലും അതിനപ്പുറത്ത് നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരപ്പൻ നമുക്കുണ്ടെന്ന് ഇന്ന് പക ധൈര്യത്തോടെ ആമേൻ പറയാൻ പറ്റുമെങ്കിൽ, അപ്പ പൂജ്യമായിരുന്നാലും അതിനപ്പുറത്തേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ട് നടക്കുന്ന ഒരപ്പൻ എനിക്കുണ്ട്, ഒരപ്പൻ എനിക്കുണ്ട്, കൈപിടിക്കുന്ന ഒരപ്പൻ എനിക്കുണ്ട്. എന്നെ കൈപിടിക്കുന്ന ഒരപ്പൻ എനിക്കുണ്ടെന്ന്, എൻ്റെ കൂടെ വരുന്ന ഒരപ്പൻ എനിക്കുണ്ടെന്ന്. താങ്ക് യു ജീസസ്. സാധ്യതയല്ല വലുത്, സാന്നിധ്യം വലുത്. ഇത് മനസ്സിലാക്കാൻ ദൈവം നമ്മെ പൊളിക്കും. പത്രോസിനോട് ചോദിച്ചു, പത്രോസേ, ഇതല്ലേ നിന്റെ വിഷയം? ഇതിനധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇതിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? 10 പ്രതീക്ഷിച്ചവന് അതിൻ്റെ 10 ഇരട്ടി കൊടുത്ത് മുമ്പിൽ കിടത്തിയിട്ട് പറയുന്നു, നീ ഇവയിലധികമായി. ജീസസ്. ഞാൻ അതിൻ്റെ അകത്ത് കണ്ടൊരു കാര്യം കൂടെ. ഈ പത്രോസും കൂട്ടി മീനിന് വേണ്ടിയല്ലേ പോയേ? തിരിച്ചു കയറി വന്നപ്പോൾ കനലിന്മേൽ അടയും കനൽ ചുട്ട മീനും ഇവിടെ ഉണ്ട്. കർത്താവ് പറഞ്ഞത്, ഞാനിവിടെ ഉണ്ടേ, എന്നോടൊപ്പം കരുതലുമുണ്ട്. ഞാനുണ്ടെങ്കിൽ എന്നോടൊപ്പം കരുതലുമുണ്ട്. ഞാനില്ലാത്ത നിന്റെ മീൻപിടുത്തത്തിൻ്റെ സ്ഥലം ശൂന്യമായിരിക്കും. ഞാനുള്ള ഇടത്ത് എന്നോടൊപ്പം കരുതലും കാണും. എൻ്റെ പ്രിയരെ, കർത്താവ് പറഞ്ഞ മറ്റൊരു പാഠമുണ്ട്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും. ചില നേരത്തൊക്കെ ലൈഫിൽ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ കർത്താവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന്? അങ്ങനെ സ്റ്റെപ്പ് വെച്ച പലയിടത്ത് നമ്മൾ പരാജയം ഫീൽ ചെയ്തിട്ടില്ലേ? പക്ഷെ കർത്താവ് ഉള്ളപ്പം 1% പോലും ലോകം സാധ്യത പറഞ്ഞില്ല, 1% പോലും ലോകം അനുകൂലം പറഞ്ഞില്ല. പക്ഷെ കർത്താവ് കൂടെയുള്ളപ്പം അതിൻ്റെ നടുവിൽ നമ്മൾ ജയിച്ചിട്ടില്ലേ? എവിടുന്ന് വന്നിത്? മനുഷ്യരാൽ വന്നതല്ല, മനുഷ്യരിൽ നിന്ന് വന്നതല്ല, മറിച്ച് നമ്മെ ഉറപ്പിച്ചൊരു ദൈവത്തിൻ്റെ കരമാണ് അതിനപ്പുറത്തേക്ക് നമ്മെ നടത്തിയതെങ്കിൽ വിശ്വസിച്ചിന്ന് പകൽ ആമേൻ പറഞ്ഞിട്ട് പറയണം, സാധ്യതയ്ക്കകത്തല്ല ഞാൻ ജീവിക്കുന്നത്. 1% പോലും പറയുന്ന സാധ്യതയ്ക്കകത്തല്ല, അതിനപ്പുറത്ത് ദൈവം നൽകുന്ന സാന്നിധ്യത്തിനകത്താണ് ഞാൻ ജീവിക്കുന്നത്. ഒരു ദൈവഭയത്തിൻ്റെ പ്രത്യേകത, സാധ്യതകളല്ല നമ്മെ നടത്തുന്നത്, സാന്നിധ്യമാണ് നമ്മെ നടത്തുന്നത്. സാധ്യതകൾ പ്രതീക്ഷിക്കരുത്. സാധ്യതകളെല്ലാം സാഹചര്യത്തെ ആസ്പദമാക്കി, എല്ലാ സാധ്യതകളും. ഒരു രോഗത്തോടുള്ള ബന്ധത്തിൽ ലോകത്തോട് ചോദിക്കുക, ഡോക്ടർമാരോട് ചോദിക്കുക, എന്താ പോസിബിലിറ്റി? അവരതിൻ്റെ രോഗിയുടെ ശാരീരിക ആരോഗ്യം പലതും വെച്ച് അവർ പോസിബിലിറ്റി പറയുന്നത്. പക്ഷെ ദൈവത്തോട് ചോദിക്കുക, ദൈവം പറയും, ഇതൊന്നും എനിക്കൊരു വിഷയമല്ല, ഇതൊന്നും എനിക്കൊരു വിഷയമല്ല. ഇതിനപ്പുറത്തേക്ക് സാധ്യതകൾ അല്ല അവിടെ വിഷയം, അപ്പൻ്റെ സാന്നിധ്യമാണ് വിഷയം. ഞാൻ പറഞ്ഞത്, സാധ്യതകൾക്കകത്തൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, സാന്നിധ്യത്തിനകത്ത് ഒരു ലിമിറ്റേഷനും ഇല്ല. സാധ്യതകൾക്കകത്തൊക്കെ മനുഷ്യൻ പറയുന്ന പരിമിതികൾ, റെസ്ട്രിക്ഷനും ഉണ്ട്. പക്ഷെ സാന്നിധ്യത്തിനകത്ത് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. വിശ്വസിക്കണം, സാധ്യതകളല്ല എൻ്റെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്, സാന്നിധ്യമാണ് എൻ്റെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. എൻ്റെ ലൈഫിനെ നിർണ്ണയിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. മോശയ്ക്ക് ഇത് മനസ്സിലായി. അടുത്ത നീ 80ാമത്തെ വയസ്സിൽ നിങ്ങൾ നോക്കിക്കുക മനുഷ്യനെ. 80ാമത്തെ വയസ്സിൽ ദൈവം മുൾപ്പടർപ്പിൻ്റെ മുമ്പിൽ നിർത്തുക. അപ്പം 40ാമത്തെ വയസ്സിൽ ഓവർ എന്തൂസിയാസം ചാടി ഇറങ്ങി. ദൈവം അവിടെ പൊളിച്ചു, ഓടിപ്പോകേണ്ടി വന്നു. പിന്നെ 40 വർഷം അലഞ്ഞിട്ട് 80ാമത്തെ വയസ്സിൽ ദൈവം കൊണ്ടുവന്ന് എവിടെ നിർത്തുക? മുൾപ്പടർപ്പിൻ്റെ മുമ്പിൽ നിർത്തുക. പക്ഷേ ഈ മുൾപ്പടർപ്പിൻ്റെ മുമ്പിൽ നിർത്തുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, ഈ മനുഷ്യൻ എന്നാ പറയുന്നത്? ഇവനോട് പറഞ്ഞത്, നീ എവിടെ പോകണം? മിസ്രൈമിലേക്ക് പോകണം, എൻ്റെ ജനത്തെ വിടുവിക്കണം, പുറത്തു കൊണ്ടുവരണം. ഇവൻ എന്നാ പറയുന്നേ? കർത്താവേ, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാ. മറ്റൊരുത്തനെ നിനക്ക് അയക്കാൻ പറ്റുമോ? ഈ ജനം ചോദിച്ചാൽ ഞാൻ എന്താ പറയേണ്ടത്? എന്തേ മോശെ, 40ാമത്തെ വയസ്സിൽ വിക്കുണ്ടെന്ന് നിനക്ക് അറിയത്തില്ലായിരുന്നോ? വിക്ക് 80ാമത്തെ വയസ്സിൽ വന്നതാണോ? ചിന്തിക്കുന്നുണ്ടോ? വിക്ക് 80ാമത്തെ വയസ്സിൽ വന്നതാണോ? ഒരിക്കലുമല്ല. അവൻ്റെ 40ാമത്തെ വയസ്സിൽ അവൻ എന്തുണ്ട്? വിക്കുണ്ട്. പക്ഷെ 40ാമത്തെ വയസ്സിൽ അവൻ ആ വിക്ക് തിരിച്ചറിഞ്ഞില്ല. ഇത് പറഞ്ഞ 40ാമത്തെ വയസ്സിൽ അവൻ്റെ കരുത്തിനകത്ത് ഇങ്ങനെ നിൽക്കുക, വിക്കൊരു വിഷയമല്ല. പക്ഷെ ഈ 80ാമത്തെ വയസ്സിൽ തനിക്ക് തൻ്റെ ബലഹീനത മൊത്തം മനസ്സിലായി. നമ്മൾ ചില വഴി കൂടെ പോകുമ്പോഴാണ് അത്രയും കാലം നമ്മൾ അറിയാത്ത നമ്മുടെ തന്നെ ബലഹീനതകൾ നമ്മളിങ്ങനെ വിട്ട് അറിയുന്നത്.
അന്നേരം 4 വട്ടവും ദൈവത്തോട് പറയുക, കർത്താവേ മറ്റൊരാൾ ഈ ജനം ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? തൻ്റെ ബലഹീനതകൾ മുഴുവൻ അടുക്കിട്ട് നിരത്തി ആർക്കും മനസ്സിലായി? മോശയ്ക്ക് മനസ്സിലായി. അപ്പം ചില യാത്രകൾ വേണം നമ്മുടെ ബലഹീനതകൾ റിവീലാകാൻ. ചില യാത്ര വേണം നമ്മുടെ ബലഹീനത റിവീലാകാൻ. എന്തിനാ ദൈവം ഈ ബലഹീനതകൾ റിവീലാക്കുന്നതെന്നറിയോ? അന്ന് മാത്രമേ നമ്മൾ കൂടുതൽ കൃപയും സാന്നിധ്യം ചോദിച്ച് നിൽക്കത്തുള്ളൂ. മോശയ്ക്ക് മനസ്സിലായി. ദൈവം പറഞ്ഞു, മോശ ഇതൊന്നും ഒരു വിഷയമല്ല. ആരാണ് ഈ നാവിനെ സൃഷ്ടിച്ചത്? ആരാണ് ഈ അധരത്തെ സൃഷ്ടിച്ചത്? ആരാണ് അവർക്ക് അല്ലെങ്കിൽ മനുഷ്യന് സംസാരിക്കാൻ കഴിവ് നൽകിയിരിക്കുന്നത്? ഞാനല്ലയോ? എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ വരും. എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ വരും. ഈ ഒരൊറ്റ കാര്യം കേട്ടപ്പോൾ മോശ പറയുന്നു, ആ സാന്നിധ്യം എൻ്റെ കൂടെ വരുമെങ്കിൽ ഞാൻ ധൈര്യത്തോടെ പോകാൻ തയ്യാറാണ്. ഇസ്രായേലിലേക്ക് ആ മനുഷ്യൻ പോയി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മോശ പറയുന്നത്, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാൻ പോകത്തില്ല. കാരണം തൻ്റെ നിലനിൽപ്പ് ഈ സാന്നിധ്യത്തിനകത്താ, തൻ്റെ അതിജീവനം ഈ സാന്നിധ്യത്തിനകത്താ, താൻ ജയിക്കുന്നത് ഈ സാന്നിധ്യത്തിനകത്താ. ദൈവ സാന്നിധ്യം വിട്ടൊരു യാത്ര തനിക്കില്ല. ദൈവ സാന്നിധ്യം വിട്ടൊരു പുരോഗതി തനിക്കില്ല. ദൈവ സാന്നിധ്യം വിട്ടൊരു ഓട്ടം തനിക്കില്ല. ഞാൻ ഈ പറയുന്നത് എൻ്റെ പ്രിയരെ, നമ്മുടെ പുതിയ നിയമവുമായിട്ട് ചേർത്ത് ബന്ധിച്ച് കഴിഞ്ഞാൽ സെയിം കൺസെപ്റ്റാണ് പുതിയ നിയമത്തിലും കിടക്കുന്നത്. കർത്താവിൻ്റെ സന്നിധി വിട്ടൊരു യാത്ര അപകടമാണ്. കർത്താവിൻ്റെ പ്രസൻസ് വിട്ടൊരു യാത്ര അപകടമാണ്. ദൈവഹിതത്തിനപ്പുറത്തേക്ക് നമ്മൾ ചലിക്കുന്ന എല്ലാ ചലനങ്ങളും അപകടകരമാണ്. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനമൊക്കെ എഴുതുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്തൊരു ഡെപ്തായിട്ടുള്ള വേർഡാണെന്നറിയോ അത്? ഇത് തന്നെ പറയുന്നത്, നിങ്ങളിൽ വസിക്കുന്ന ദൈവസാന്നിധ്യം. പണ്ടെന്ന് പറഞ്ഞാൽ ഈ സാന്നിധ്യം വന്നും പോയി നിൽക്കുക. ഇന്ന് നിങ്ങളിൽ വസിക്കുക. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. പറയുകയാണ്, നിങ്ങളിൽ വസിക്കുന്നു. ഈ ആത്മാവിന്റെ നിവാസമാണ് നിങ്ങൾ. നമ്മൾ ഒരു കാലത്ത് ആത്മാവിന്റെ നിവാസമായിരുന്നു? അല്ല, ദേഹിക്കൊത്ത് ജീവിക്കുന്നവരായിരുന്നു നമ്മൾ. നമ്മുടെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആരായിരുന്നു? നമ്മുടെ ദേഹിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തെസലോനിക്ക ലേഖനം നമ്മളിപ്പോൾ കർത്തൃമേശയ്ക്കകത്ത് ആ ഭാഗം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചായിരുന്നോ? ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുമെന്ന കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു, അവിടുന്ന് അതെന്ത് ചെയ്യും? ഇതെവിടെ തുടങ്ങിയത്? ആത്മാവും പ്രാണനും ദേഹവും. ഇതാണ് ദൈവത്തിൻ്റെ വഴി. ഇതാ ദൈവത്തിൻ്റെ വഴി. ആദ്യം തുടങ്ങുന്നത് ആത്മാവിലാ, പിന്നെ പ്രാണനില്ല, പിന്നെ ദേഹത്തിലാ. പക്ഷെ നമ്മൾ തുടങ്ങുന്നത് ആദ്യം ദേഹത്തിലാ, പിന്നെ ദേഹിയില്ല, പിന്നെ ആത്മാവിലാ. ദൈവത്തിൻ്റെ റൂട്ട് അതാ. അതെല്ലാ കാര്യത്തിനകത്ത് ദൈവം പൂർണ്ണതയെന്നേ തുടങ്ങത്തുള്ളൂ. നമ്മൾ ഈ വിതയ്ക്കുന്നവരുടെ ഉപമ പറഞ്ഞപ്പോൾ കർത്താവ് തുടങ്ങിയത് എങ്ങനെയാ? നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാ? നമ്മൾ പറയും 30, 60. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞേ? 100, 60, 30 എന്നാ പറഞ്ഞേ. നോക്കിയാൽ മതി. കർത്താവ് പറഞ്ഞ 100, 60, 30. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് 100. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് 100 എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കൾ 100 മേനി കായ്ക്കണം, 100 മേനി കർത്താവിന് വേണ്ടി ഫലം കായ്ക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നേ. അതിന് പറ്റുന്നില്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡ് കുറഞ്ഞ കാര്യമാണ് കർത്താവ് പറഞ്ഞത്. പിന്നാണ് എത്ര കിടക്കുന്നേ? 60 കിടക്കുന്നേ. പിന്നാണ് ഈ 30 കിടക്കുന്നേ. നമ്മൾ 30 മതി എന്നൊരു കൺസെപ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നേ. ഒരു 28 എത്തിയിട്ടുണ്ട്. എങ്ങനെങ്കിലും തള്ളി 2% കൂട്ടി എത്ര എത്തിക്കണം? ഒരു 30 എത്തിക്കണം. കർത്താവ് പറഞ്ഞു, എൻ്റെ സ്റ്റാൻഡേർഡിൽ ഏറ്റവും ലോയാ മോനെ അത്. എൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ ആദ്യത്തെ സ്റ്റാൻഡേർഡ് 100. നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് 30 അല്ല. നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് 60 അല്ല. നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് 100. നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെതായ ഒരു ഫലം കായ്ക്കുന്ന രീതിയുണ്ട്. ആ രീതിയിൽ നമ്മൾ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെതായ ഒരു വേ ഉണ്ട് കേട്ടോ. ദൈവത്തിൻ്റെതായ ഒരു വഴിയുണ്ട്. ദൈവത്തിൻ്റെതായ ഒരു തീരുമാനങ്ങളുണ്ട്. ഇത് പറഞ്ഞാൽ എൻ്റെ തീരുമാനം പോലെ അല്ല. ദൈവത്തിൻ്റെ തീരുമാനം എന്നിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അപ്പം നമ്മൾ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ദൈവം പറയുന്ന ദൈവത്തിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡും ഉണ്ട്. അപ്പം ഞാനിവിടെ പറഞ്ഞത്, ഈ ദൈവത്തിൻ്റെ ഇതിൽ തുടങ്ങിയത് ആത്മാവിലാണ്. നമ്മൾ ഒരു കാലം വരെ നമ്മളെ നോക്കിക്കോ, നമ്മളെ നിയന്ത്രിച്ചത് മുഴുവൻ നമ്മുടെ ദേഹിയാണ്. നമ്മൾ നമ്മുടെ ദേഹിയുടെ നിയന്ത്രണത്തിനകത്തായിരുന്നു. ദേഹത്തിന് ആവശ്യങ്ങളേ ഉള്ളൂ. അത് ഇന്നത് വേണമെന്നില്ല, ആവശ്യം നിറവേറ്റിയാൽ മതി ദേഹത്തിന്. ഞാനിവിടെ പ്രസംഗിച്ച് കഴിഞ്ഞു. അവിടെ ഇരിക്കുമ്പോൾ ഉറപ്പാണ് എൻ്റെ ദേഹം എന്നോട് പറയും, ഇച്ചിരി വെള്ളം കിട്ടിയാൽ എൻ്റെ ദേഹത്തിന് എന്തും മതി.
വെള്ളം മതി. പക്ഷെ അത് നാരങ്ങ വെള്ളമാകണമെന്ന് എൻ്റെ ദേഹത്തിന് ഒരു നിർബന്ധവും ഇല്ല. അത് പൈനാപ്പിൾ ജ്യൂസ് ആകണമെന്ന് എൻ്റെ ബോഡിക്ക് ഒരു നിർബന്ധവും. എൻ്റെ ബോഡിക്ക് വെള്ളം കിട്ടി, ഹൈഡ്രേറ്റ് ആകാൻ വെള്ളം കിട്ടിയാൽ മതി. പക്ഷെ അപ്പോഴാണ് എൻ്റെ ദേഹി പറയുന്നത്, വെള്ളം തന്നെയല്ലേ കുടിക്കുന്നത്, ഇച്ചിരി നാരങ്ങ വെള്ളം അല്ല ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചാലോ, അല്ല ഒരു മാംഗോ ജ്യൂസ് കുടിച്ചാലോ. ഇത് പറഞ്ഞത് എൻ്റെ ദേഹിയ. ഐഡിയകൾ ഇട്ട് തരുന്നത് ദേഹിയ, ഓപ്ഷനുകൾ തരുന്നത് ദേഹിയ, ഒരേ കാര്യത്തിൻ്റെ ബഹുവിധ വർണ്ണങ്ങൾ നമ്മുടെ മുമ്പിൽ തരുന്നത് ദേഹിയ. നമ്മൾ നിയന്ത്രിക്കപ്പെട്ടത് ഇതിനകത്തായിരുന്നു. നമ്മൾ നിയന്ത്രിക്കപ്പെട്ടത് ഈ ദേഹിയുടെ നിയന്ത്രണത്തിനകത്തായിരുന്നു. പക്ഷെ കാൽവറിയുടെ ചുവട്ടിൽ വന്നപ്പം യേശു കർത്താവിൻ്റെ ആ കാൽവറി മരണം എൻ്റെ മരണം കൂടാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ ആ കൃപയുടെ പ്രമാണത്തിനകത്ത് വന്നപ്പം ജയിക്കാനായിട്ട് ദൈവം എനിക്കൊരു പ്രമാണം തന്നു. അത് ആത്മാവിൻ്റെ പ്രമാണമാണ് എന്ന് പറഞ്ഞാൽ ഇനി എന്നെ നിയന്ത്രിക്കുന്നത് എൻ്റെ ദേഹിയല്ല, എന്നെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദേഹിയുടെ നിയന്ത്രണത്തിനകത്തു നിന്ന് ഞാൻ ആത്മാവിൻ്റെ നിയന്ത്രണത്തിനകത്തേക്ക് വന്നു. എൻ്റെ മേലുള്ള ദേഹിയുടെ കെട്ടുപൊട്ടി. എൻ്റെ മേൽ എന്നിലുള്ള അധികാരത്തിൽ എൻ്റെ ബോഡിയുടെ മേൽ അധികാരമുള്ള ദേഹിയുടെ കെട്ടുപൊട്ടി എന്നെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവായിട്ട് മാറി. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, എൻ്റെ പാസ്റ്ററെ ഒന്നുമില്ല, ഈ ഒരു മേഖല മാത്രമേ ഉള്ളൂ എനിക്ക് ജയിക്കാൻ, ബാക്കി എല്ലാ മേഖലയിലും ഇതെൻ്റെ ഒരു ബലഹീനതയാണ്. നമ്മൾ അന്നേരം പറയും ഇതെൻ്റെ ഒരു ബലഹീനതയാണ്. ആ ഒരെണ്ണം മതി കേട്ടോ, ആ ഒരു ബലഹീനത മതി നിങ്ങളെ മുഴുവൻ തോൽപ്പിക്കാൻ. ഷുഗർ ഉള്ളവരോട് നിങ്ങൾ ചോദിക്കും മധുരം ഇഷ്ടമാണോ? അവർ പറയും ഇഷ്ടമുണ്ടല്ലേ, ഏതേ ഉള്ളൂ, മധുരവേ ഉള്ളൂ. നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ കല്യാണത്തിന് ഈ നമ്മൾ ഇരിക്കുന്ന ടേബിളെ തന്നെയായിരുന്നു ഡെസേർട്ടെല്ലാം കിട്ടുന്നത്. പക്ഷെ ഇപ്പോൾ നല്ല കല്യാണങ്ങൾക്കകത്ത് വേറെ ഡെസേർട്ട് കൗണ്ടറുകൾ വേറെയാണ്. പക്ഷെ നിങ്ങൾ ഷുഗറുള്ള ആരെങ്കിലും മറ്റേ കൗണ്ടറിൽ നിന്ന് ബിരിയാണി വാങ്ങിച്ച് കഴിച്ചിട്ട് തിരിച്ചു പോകുന്ന കണ്ടിട്ടുണ്ടോ? ക്യൂ നിന്ന് 2 സെറ്റ് ഡെസേർട്ട് കഴിക്കാതെ എന്ത് ചെയ്യത്തില്ല, ചോദിച്ചാൽ പറയും 2 പോയിന്റ് കൂടുതൽ എടുത്തോളാവുന്നു. എവിടെ 2 പോയിന്റ് കൂടുതൽ ഇൻസുലിൻ എടുത്തോളാവുന്നു. എൻ്റെ പപ്പയ്ക്ക് ഷുഗറുണ്ട്, എൻ്റെ മമ്മിക്ക് ഷുഗറില്ല. ഞാനിങ്ങനെയൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ മുട്ടായിയൊക്കെ കൊണ്ട് പോകുമ്പം എൻ്റെ അമ്മ 2 മുട്ടായി കഴിക്കുമ്പോൾ എൻ്റെ പപ്പ 5 മുട്ടായി കഴിക്കും. ഈ 5 എണ്ണം കഴിച്ചിട്ട് പറയും വൈകിട്ട് 2 പോയിന്റ് എന്ത് ചെയ്തോളാം, കൂടുതൽ എടുത്തോളാം. അപ്പം ഞാൻ പറഞ്ഞത് മധുരം വെറുത്തിട്ടുണ്ടോ? ഒരു വെറുപ്പുമില്ല, ഒരു വെറുപ്പുമില്ല. നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾ പറയുകയാണ് നാളെ തൊട്ട് ഞാനങ്ങ് ഷുഗർ കട്ട് ചെയ്യുകയാണ്. നാളെ തൊട്ട് എന്ത് കട്ട് ചെയ്യാൻ പോവാ? ഷുഗർ കട്ട് ചെയ്യാൻ പോവാ. അന്നേരമാണ് ഒരു ബ്രദർ നല്ല പായസം വെച്ച് വീട്ടിൽ കൊണ്ടിരുന്നത്. അന്നേരം വിചാരിച്ച എന്നാൽ പിന്നെ ഇന്ന് ഈ പായസം കൂടെ കഴിച്ചിട്ട് എന്ത് നിർത്താൻ പോവാ? നാളെ തൊട്ട് ഡയറ്റ് തുടങ്ങാൻ പോവാ. ഈ നാളെ തൊട്ട് ഡയറ്റ് എന്ന് പറയുമ്പോൾ അന്നേരമാണ് മറ്റൊരു ബ്രദർ നാട്ടിൽ നിന്ന് വന്നപ്പം നല്ല തോംസൺ ലഡുവായിട്ടാണ് വന്നത്. ലഡു കണ്ടപ്പം പറഞ്ഞു എന്നാൽ പിന്നെ തോംസൺ ലഡു അല്ലേ, ഈ ഒരു ലഡു കൂടി ഇന്ന് കഴിച്ചിട്ട് നാളെ തൊട്ട് എന്ത് തുടങ്ങാം? അപ്പോഴാണ് മറ്റൊരു ബ്രദർ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നപ്പോൾ നല്ല ആഗ്രപ്പേടയും വാങ്ങിച്ചുകൊണ്ട് വന്നത്. ആഗ്രപ്പേട കണ്ടപ്പോൾ പറഞ്ഞു ഇന്ന് ആഗ്രപ്പേടയും കൂടെ കഴിച്ചിട്ട് നാളെ തൊട്ട് എന്ത് തുടങ്ങാം? ഇത് 3 നിങ്ങൾ നോക്കിക്കേ, എന്താ 3ന്റെ എഫക്റ്റ്? 3ന്റെയും എഫക്റ്റ് സെയിമാ, പക്ഷെ 3 വെറൈറ്റി ആണോ? നിങ്ങളുടെ മനസ്സിനെ തൊടുന്ന 3 സാഹചര്യമായിരുന്നു ഇത്. എന്നും ലഡുവല്ല വന്നത്, എന്നും ആഗ്രപ്പേടയല്ല വന്നത്, എന്നും പായസമല്ല വന്നത്, 3 വെറൈറ്റിയാണ് വന്നത്. പക്ഷെ നിങ്ങളുടെ ബോഡിക്ക് വരുത്തിയ എഫക്റ്റ് എന്താണ്? സെയിമാ. ഞാൻ പറഞ്ഞത് നമ്മുടെ ദേഹി നമ്മുടെ മനസ്സിനകത്ത് തരുന്നതെന്നറിയോ? ഒരേ ബലഹീനതയുള്ള മേഖലയിൽ പലവിധ വിചാരങ്ങൾ, പലവിധ വികാരങ്ങൾ, പലവിധ ആഗ്രഹ തലങ്ങൾ നമ്മളിൽ ക്രിയേറ്റ് ചെയ്ത് നമ്മെ അടിമപ്പെടുത്തി. പക്ഷെ അവിടെയാണ് ദൈവം നമുക്ക് തൻ്റെ ആത്മാവിനെ തന്നത്. എവിടെ നമ്മൾ തോറ്റോ, എവിടെ നമ്മൾ തോൽപ്പിക്കപ്പെട്ടോ, എന്തിനോട് നമ്മൾ തോറ്റോ, ആ തോറ്റതിൻ്റെ മേൽ തിരിച്ചു ജയിക്കാൻ ദൈവം നമ്മുടെ അകത്തൊരാത്മാവിനെ തന്നു. ഈ ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ, ഈ ആത്മാവിനെ തിരിച്ചടിക്കാൻ, ഈ ആത്മാവിനെ ജയിക്കാൻ, ഈ ആത്മാവിനെ ജയജീവിതം നയിക്കാൻ സ്വർഗം നമ്മുടെ അന്തരാത്മാവിൽ പകർന്ന ദൈവകൃപയ്ക്ക് നന്ദി പറയാൻ പറ്റുന്നവർ ഇന്ന് പകൽ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് ആത്മാവിൽ ആമേൻ പറഞ്ഞിട്ട് പറ, എന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയാൽ എനിക്ക് ജയിക്കാൻ കഴിയും. വിശ്വസിക്കുന്നവർ അകത്ത് വ്യാപരിക്കുന്ന ആത്മശക്തിയാൽ ഇന്ന് നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ സാഹചര്യങ്ങളുടെ മേലും, എല്ലാ നിരാശകളുടെ മേലും, എല്ലാ പ്രതിബന്ധങ്ങളുടെ മേലും ആത്മാവിൽ ജയിച്ചിട്ട് വര. അവിടുത്തെ നാമത്താൽ എനിക്ക് ജയമുണ്ട്, അവിടുത്തെ നാമത്താൽ എനിക്ക് ജയമുണ്ട്, അവിടുത്തെ നാമത്താൽ എനിക്ക് അധികാരമുണ്ട്. ഓ
കാരണം ഈ അധികാരം എവിടെ ലഭിക്കപ്പെട്ട? അകത്തെ ആത്മാവിനാലാ. ഇന്ന് നമ്മൾ ജയജീവിതം നയിക്കുന്ന, അപ്പൊ ഈ ആത്മാവിനെ കൂടുതൽ അനുഭവിക്കണോ? അവിടെ വിഷയം. മോശ എന്താ പ്രാർത്ഥിച്ചത്? എനിക്ക് സാന്നിധ്യം. നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അപ്പാ ഈ ആത്മാവിനോടൊപ്പം നടക്കാൻ, അങ്ങയുടെ കൂടെ നടക്കാൻ, അങ്ങയുടെ ശക്തി തിരിച്ചറിയാൻ, അങ്ങയുടെ സാന്നിധ്യത്തെ ആസ്വദിക്കാൻ, അങ്ങയുടെ മഹത്വത്തെ കൂടുതൽ അനുഭവിക്കാൻ കൃപ വേണമപ്പാ. ജീസസ്, എനിക്ക് കൃപ വേണമപ്പാ. കൂടുതൽ അനുഭവിക്കാൻ കഴിയണം, കൂടുതൽ ആസ്വദിക്കാൻ കഴിയണം, കൂടുതൽ ഒരുമിച്ച് ചേർന്ന് നടക്കാൻ കഴിയണം. അങ്ങനെ നടന്ന നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോത്തില്ല, നിങ്ങൾ ഒരിക്കലും തകർന്നു പോത്തില്ല. അതുകൂടെ പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മൾ. ഈ ആത്മാവ് നമ്മുടെ അകത്ത് വസിക്കുകയാണ്. ഈ അകത്ത് വസിക്കുന്നതിനെ നമ്മൾ കൂടുതൽ അറിയുന്നില്ലെങ്കിലോ? ഇപ്പം ഞാൻ പറയാം, ഇവിടെ ഇതിനിപ്പം ഈ ആരാധന കഴിഞ്ഞിട്ട് ഭക്ഷണമൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പം നല്ലൊരു ഫീസ്റ്റ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുറിക്കകത്ത് വെച്ചിട്ടുണ്ട്. വന്ന വഴിക്ക് നമുക്ക് നല്ല മണം കിട്ടി. നല്ല സാധനം എന്തോ ഇന്നുണ്ട്. ഇവിടെ വന്ന് ഇതിനകത്തിരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇന്ന് എന്തുണ്ട്. ഫുഡ് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ മീറ്റിംഗ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കൃത്യമായിട്ട് ഇത് എവിടാന്ന് മാത്രം എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. നമ്മൾ പുറത്തോട്ടിറങ്ങിയപ്പം പല വാതിലും കണ്ടു, മണമുണ്ട്, എവിടാന്നറിയത്തില്ല. പിന്നെ അവസാനം ഉള്ള വാതിലിൽ കൂടെ ഒക്കെ ഇറങ്ങിച്ചെന്നപ്പം കുറച്ച് പേര് വെളിയിലും പോയി, കുറച്ച് പേര് വീട്ടിലും പോയി, കുറച്ച് പേര് എന്ത് ചെയ്തു, തപ്പിപ്പിടിച്ചവർ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം ഇല്ലാഞ്ഞിട്ടാണോ? മണമില്ലാഞ്ഞിട്ടാണോ? റൈറ്റ് ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ടാ. റൈറ്റ് ഗൈഡൻസും റൈറ്റ് ഇൻസ്ട്രക്ഷനും ഇല്ലാത്തതുകൊണ്ടാണ്. ആത്മലോകത്തിനകത്ത് പറ്റുന്ന ഏറ്റവും വലിയ പറ്റ്, നമുക്ക് അനുഭവിക്കാനുള്ളതൊക്കെ എൻ്റെ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് ജയിക്കാനുള്ളതൊക്കെ എൻ്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പിശാച് എൻ്റെ മുമ്പിലിടുന്ന മുഴുവൻ പരീക്ഷണങ്ങളെ ജയിക്കാൻ ആവശ്യമായ മുഴുവൻ ആത്മബലവും എൻ്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. സർവായുധ വർഗം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പാപ ശാപ പൈശാചിക ജഡമണ്ഡലങ്ങളെ ജയിക്കാനുള്ള മുഴുവൻ അവസ്ഥകളും എൻ്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ റൈറ്റായിട്ട് ഇൻസ്ട്രക്ട് ചെയ്യപ്പെടണം. റൈറ്റായിട്ട് നിങ്ങൾ ഇൻസ്ട്രക്ട് ചെയ്യപ്പെടണം. റൈറ്റായിട്ട് നിങ്ങൾ അതിനെ ടിക്ക് ചെയ്യപ്പെടുമ്പോഴാണ്, വാതിൽ കണ്ടെത്തുമ്പോഴാണ് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നത്. മോശ പറഞ്ഞിട്ട്, കർത്താവ് എനിക്ക് ആ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കണം, പ്രാർത്ഥിക്കണം. കർത്താവെ, ആത്മീക ജീവിതത്തിൻ്റെ കണ്ണ് തുറക്കപ്പെട്ട് ചിലതൊക്കെ കാണാൻ എന്നെ സഹായിക്കണേ. എഫേസ്യ ലേഖനമൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് കഴിഞ്ഞ ദിവസം ഞാൻ കൺവെൻഷൻ പറഞ്ഞതാണ്. ഈ പ്രാർത്ഥനയ്ക്കകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. ഈ ഹൃദയദൃഷ്ടി പ്രകാശില്ല, കുഴപ്പം എന്നാണെന്നറിയാവോ? നമ്മൾ ഈ പുറം കണ്ണുകൊണ്ട് അതൊക്കെ നന്നായിട്ട് കാണും. നമ്മുടെ പുറത്തെ കണ്ണ് നന്നായിട്ട് എന്ത് ചെയ്തിരിക്കുക? പുറത്തെ കണ്ണ് നന്നായിട്ടൊക്കെ തുറന്നിരിക്കുക. പുറം കണ്ണ് തുറന്നാലുള്ള കുഴപ്പം എന്നാണെന്നറിയോ? നമ്മൾ കാണേണ്ടതും കാണേണ്ടാത്തതും ഒക്കെ കാണും. നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ നന്നായിട്ടങ്ങ് കാണും. ചിലരെ നോക്കിയാൽ മതി, അവർ നമ്മളാരും കാണാത്ത പ്രതിസന്ധികൾ ചുറ്റുപാടിൽ നിന്ന് കൃത്യമായിട്ട് കാണും. ചിലർക്ക് കണ്ണിൽ നിന്ന്, ഇപ്പം നിങ്ങൾക്കൊരു കാര്യം ഒരു 5 പേര് നോക്കിയിട്ട് ആ ഒരു കാര്യത്തിൻ്റെ നെഗറ്റീവ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ, നെഗറ്റീവ് മാത്രം കാണുന്ന ചിലരോടടുക്കെ കൊണ്ടുപോയി ഈ സാധനം ഒന്ന് പറയണം, ഞങ്ങൾ ഇന്നൊരു കാര്യം ചിന്തിക്കുന്നുണ്ട്. അവരൊരു 10 നെഗറ്റീവ് 5 മിനിറ്റിനകത്ത് പറഞ്ഞു തരും. അവരതിന് സ്പെഷ്യലിസ്റ്റുകളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത കൃത്യം നെഗറ്റീവ് ആര് കാണും? കൃത്യം അവർ കാണും. അങ്ങനെ അവർ ട്യൂണാക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഈ പുറം കണ്ണ് മാത്രം തുറന്നിട്ട് കുഴപ്പം എന്നറിയോ? കാണേണ്ടതും കാണേണ്ടാത്തതും ഒക്കെ കാണും. ഇത് ഉൽപ്പത്തി തുറന്നതാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തുറന്ന കണ്ണാണ് ഇത്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ എഴുതി വെച്ചൊരു കാര്യമുണ്ട്, അവരുടെ കണ്ണു തുറന്നു, അവർ നഗ്നരത്ര എന്നവർ കണ്ടെന്നാണ് കാണുന്നത്. അപ്പം ശരിക്കും പാപം ചെയ്തപ്പോൾ കണ്ണ് തുറന്നെന്ന് ബൈബിൾ എഴുതി വെക്കുന്നുണ്ട്. ഇതേത് കണ്ണാ? ഈ പുറമേ ഉള്ളത് കാണാൻ തുറക്കപ്പെട്ട കണ്ണ്, തിന്മ കാണാൻ തുറക്കപ്പെട്ട കണ്ണ്, അധാർമികത കാണാൻ തുറക്കപ്പെട്ട കണ്ണ്, പാപം കാണാൻ തുറക്കപ്പെട്ട കണ്ണ്, ജഡത്തെ കാണാൻ തുറക്കപ്പെട്ട കണ്ണ്. ഇത് തുറന്നാൽ, ഈ കണ്ണ് തുറന്നപ്പം അപ്പൻ കണ്ടത് മക്കൾ തമ്മിൽ അടിയിട്ട് ഒരുവൻ കൊല്ലപ്പെടുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ ഈ കണ്ണ് തുറന്നാൽ തിന്മ കാണും, ഈ കണ്ണ് തുറന്നാൽ അരാജകത്വം കാണും. പക്ഷെ പുതിയ നിയമ വിശ്വാസിയോട് പറയുന്നൊരു പദമുണ്ട്, നിങ്ങളുടെ അകക്കണ്ണങ്ങ് തുറക്കട്ടെ. ഇത് പറഞ്ഞാൽ നമുക്കും ഇന്ന് കാണാനും കേൾക്കാനും ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ തിരുവെടുത്ത് പറയുന്നത് നമ്മുടെ അകക്കണ്ണങ്ങ് തുറക്കട്ടെന്ന്. അകക്കണ്ണ് തുറന്ന പിന്നെ നമ്മൾ കാണുന്നത് എന്താ? അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവിടുത്തെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുക.
ഈ അകക്കണ്ണ് തുറന്നാൽ നിങ്ങൾ വിളിയുടെ ആശ മനസ്സിലാക്കും. അകക്കണ്ണ് തുറന്നാൽ നിങ്ങൾ ഹെവൻലി ഇൻഹെറിറ്റൻസ് മനസ്സിലാക്കും. ഈ അകക്കണ്ണ് തുറന്നാൽ നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഇമ്മെഷറബിൾ പവർ നിങ്ങൾ തിരിച്ചറിയും. അപ്പം ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? ഈ സാന്നിധ്യത്തിൻ്റെ അടുത്ത തലത്തിനകത്ത് നിന്ന് ഇതൊക്കെ അനുഭവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ അങ്ങനെ ഒരു കൊതിയുണ്ടോ? കർത്താവേ, എനിക്ക് കുറേ കൂടെ ആഴത്തിൽ ഇതൊന്ന് അനുഭവിക്കാൻ, അങ്ങേ അറിയാൻ, അങ്ങയുടെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയാൻ, അങ്ങയുടെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ അറിയാൻ, അങ്ങേ കുറേ കൂടെ ആഴത്തിൽ തിരിച്ചറിയാൻ, അവിടുത്തെ ഹെവൻലി ഇൻഹെറിറ്റൻസ് തിരിച്ചറിയാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് ഇന്ന് പകൽ ആഗ്രഹിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കും. നിങ്ങളുടെ ആത്മീക ജീവിതത്തിനകത്ത് പുത്തൻ കാഴ്ചപ്പാടുകൾ നൽകാൻ സ്വർഗം നിങ്ങൾക്ക് തുണ നിൽക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കൊതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഐ വാണ്ട് ടു നോ യു മോർ ലോർഡ്. എനിക്ക് അങ്ങേ കൂടുതൽ അറിയണം. എനിക്ക് അങ്ങേ കൂടുതൽ അറിയണം, എനിക്ക് അങ്ങേ കൂടുതൽ അനുഭവിക്കണം, എനിക്ക് അങ്ങേ കൂടുതൽ ആസ്വദിക്കണം, എനിക്ക് ദൈവ ഇഷ്ടം കൂടുതൽ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇത് തന്നെയാണ് മോശെ ആഗ്രഹിച്ചത്. കർത്താവേ, എനിക്ക് അങ്ങേ അനുഭവിക്കണം, അനുഭവിക്കണം, അനുഭവിക്കണം. ഈ നമ്മൾ കേൾക്കുന്നതും അനുഭവിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഞാൻ ആ മോശയുടെ ആ സംഭവം നോക്കിയിട്ട് അടുത്ത പാരഗ്രാഫിലോട്ട് വന്നാൽ നിങ്ങൾ അവിടെ വായിച്ചാൽ മതി. 33 അധ്യായം. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വായിപ്പിക്കുന്നില്ല. ഈ മനുഷ്യൻ ഈ ടെൻ്റ് ഓഫ് മീറ്റിങ്ങും പൊളിച്ചോണ്ട് പുള്ളി ദൂരെ കൊണ്ടുപോവാ. പുള്ളിയോട് ദൈവം സംസാരിക്കുന്ന ഒരു കൂടാരമുണ്ട്, ദൈവം മീറ്റ് ചെയ്യുന്ന കൂടാരം. അത് സമാഗമന കൂടാരമല്ല, പിന്നീട് ആ സമാഗമന കൂടാരം കൃത്യമായിട്ട് പണിയുന്നത്. പക്ഷേ ഇത് മോശയോട് ദൈവം സംസാരിക്കുന്ന ഒരു ടെൻ്റ് ഓഫ് മീറ്റിംഗ് ഉണ്ട്. ഈ ടെൻ്റ് ഓഫ് മീറ്റിംഗ് പൊളിച്ചോണ്ട് അവൻ അങ്ങ് ദൂരെ കൊണ്ടുപോയി അടിക്കുക. പക്ഷേ ഈ ജനത്തിന് മരുഭൂമി ആയതുകൊണ്ട് ദൂരെ അത് കാണാം, ഈ ടെൻറ്റ്. മോശ ആ ടെൻറ്റിനകത്തേക്ക് പോയപ്പം ദൈവത്തിൻ്റെ മേഘം അവിടേക്ക് ഇറങ്ങി വരിക. ദൈവത്തിൻ്റെ മേഘം. കർത്താവിൻ്റെ സാന്നിധ്യത്തെ കൊതിക്കുന്നവനെ ദൈവം എക്കാലത്തും അടയാളപ്പെടുത്തും. ദൈവസാന്നിധ്യം കൊതിക്കുന്നവനോട് കൂടെ ദൈവസാന്നിധ്യം നിൽക്കും. ഗലാത്യ ലേഖനത്തിൽ ഒരു പദം ഞാൻ എപ്പോഴും വായിച്ചിട്ടുണ്ട്. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. എല്ലാം ലൈഫിനകത്തൊരു വിതയാണ്. നമ്മുടെ ലൈഫിനകത്തെല്ലാം ഒരു വിതയാണ്. ദൈവസാന്നിധ്യത്തെ കൊതിക്കുന്നെങ്കിൽ നിങ്ങൾ വരും തലമുറയ്ക്ക് വേണ്ടി ഒരു വിത നടത്തുക. ദൈവസാന്നിധ്യത്തിന് വേണ്ടി നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവസാന്നിധ്യത്തിന് നിങ്ങൾ വില കൊടുക്കുന്നെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടി നിങ്ങളൊരു വിത നടത്തുക. അല്ല, നിങ്ങൾ ജഡത്തിൻ്റെ വികാരങ്ങൾക്കാണ് നിങ്ങൾ വിതയ്ക്കുന്നതെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടി വേറെ ഒരു വിത നിങ്ങൾ നടത്തുക. ആദ്യത്തെ വിതയുടെ ഫലം നിത്യജീവനാണെങ്കിൽ രണ്ടാമത്തെ വിതയുടെ ഫലം നിത്യനാശമാണ്. അങ്ങനെയെങ്കിൽ എല്ലാം ഒരു വിതയാ, എല്ലാം ഒരു വിതയാ. ദൈവ സാന്നിധ്യത്തെ കൊതിക്കുന്നവൻ ഒരു വിത നടത്തുക. അവിടെ ദൈവം വെളിപ്പെടുത്തും, ഞാൻ ഒരുവൻ്റെ കൂടെ നിന്നാൽ എന്തു സംഭവിക്കും, ഞാൻ ഒരുവനെ അടയാളപ്പെടുത്തിയാൽ എന്തു സംഭവിക്കും. ബൈബിളിലൂടനീളം നോക്കിക്കോ, ദൈവത്തെ കൊതിച്ചവരൊക്കെ ദൈവം മാർക്ക് ചെയ്തിട്ടുണ്ട്. ദൈവത്തെ കൊതിച്ചവരെയൊക്കെ ദൈവം മാർക്ക് ചെയ്തിട്ടുണ്ട്. യഹോവയെ കാത്തിരുന്നവർ ഒക്കെ ശക്തി പുതുക്കിയപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി കൊതിയോടെ കാത്തിരുന്നവരെ ദൈവം മാർക്ക് ചെയ്തു. മോശയെ ദൈവം മാർക്ക് ചെയ്തു. ജനം അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ജനം ആ കൂടാരത്തിന് മുമ്പിൽ നിന്ന് മേഘം ഇറങ്ങി വന്നത് അവർ കവിട് വീണ് അവർ കുമ്പിടുവാനിടയായി. മറ്റൊരു രംഗം അവിടെയുണ്ട്. ദൈവം ഈ മോശയോട് ഒരു സഹോദരനോട് സംസാരിക്കുന്നത് പോലെ, സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ അഭിമുഖമായി ദൈവം എന്ത് ചെയ്തു? സംസാരിച്ചു. മോശ ദൈവത്തോട് സംസാരിക്കുക. എന്നിട്ടുള്ള വാക്യമാണ് നമ്മൾ ശരിക്കും ഇവിടെ 12ാമത്തെ വാക്യം മുതൽ വായിച്ചത്. ശരിക്കും ദൈവം പിന്നെയും പറയുന്നു, നീ ജനത്തെ കൂട്ടിക്കൊണ്ട് പോകണമെന്നൊക്കെ പറയുന്നു. പക്ഷെ മോശ പറയുകയാണ്, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്കെന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിൻ്റെ ജനമെന്ന് ഓർക്കണമേ. ദൈവം അതിന് പറയുന്നൊരു മറുപടിയുണ്ട്, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. ശരിക്കും അവൻ ദൈവത്തോടുള്ള തൻ്റെ ബന്ധം ഇങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞപ്പം ദൈവം പറയുന്നൊരു പദമാണ്, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും. എന്നിട്ട് പറയുന്നു, ഞാൻ നിനക്ക് സ്വസ്ഥത വരുത്തും. അതാ ജനത്തിന് മൊത്തമുള്ളതല്ല, ഏറ്റവും പേഴ്സണലി ഈ മോശയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ അയക്കും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. നമ്മളറിഞ്ഞ് സന്തോഷിച്ചേനെ. എനിക്കെങ്കിൽ അവർക്ക് ദൂതനുണ്ട്, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചപ്പം ദൈവം എന്ത് ചെയ്തു?
എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നു. പക്ഷെ മോശ പറഞ്ഞു, നോ, ഞാൻ ഇറങ്ങിയത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ ഇറങ്ങിയത് ഞാനും ഈ ജനം കൂടാ. പോകുന്നെങ്കിൽ ഞാനും ഈ ജനം കൂടെ പോകത്തുള്ളൂ. ഒറ്റയ്ക്കുള്ള ഒരു ഡെലിവറൻസും എനിക്ക് വേണ്ട, ഒറ്റയ്ക്കുള്ള ഒരു യാത്രയും എനിക്ക് വേണ്ട. ജീവിതത്തിനകത്ത് ഞാൻ മുൻപോട്ട് പോകുമെങ്കിൽ ഈ ജനവുമായിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഞാൻ ദൈവത്തോട് ആഴത്തിൽ എൻകൗണ്ടർ ചെയ്യുന്ന ചില മനുഷ്യരാണ് ചില സഭകളുടെ നിലനിൽപ്പ് തന്നെ. ദൈവത്തോട് എൻകൗണ്ടർ ചെയ്യുന്ന ചില മനുഷ്യരാണ് ചില കുടുംബത്തിൻ്റെ നിലനിൽപ്പ് തന്നെ. അബ്രഹാം എന്ന ഒരുത്തൻ ഇല്ലായിരുന്നെങ്കിൽ ലോത്തിന് പിന്നൊരു ചരിത്രം ബാക്കി കാണത്തില്ല. പക്ഷെ ദൈവത്തോട് മുഖാമുഖമായിട്ട് എൻകൗണ്ടർ ചെയ്തൊരു അബ്രഹാമാണ് ലോത്തിൻ്റെ ചരിത്രത്തിൻ്റെ സിഗ്നേച്ചർ. നിങ്ങൾ ഒരു കുടുംബത്തിൻ്റെ ഡെലിവറായി മാറണം. നിങ്ങളൊരു ദൈവസഭയുടെ വിടുതലായി മാറണം. നിങ്ങളൊരു ദൈവസഭയുടെ ചരിത്രം തിരിക്കാൻ പാകത്തുള്ളവരായി മാറണം. നിങ്ങൾ ഒരുവനിൽ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യത്തിന് നിങ്ങളുടെ ചുറ്റുമുള്ള മുഴുവൻ പേരെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമ്മളിൽ ഒരാളിലേക്ക് മാത്രം ഒതുക്കി നിൽക്കുന്നത് ഒന്നും ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളിൽ നടക്കുന്നതിനൊക്കെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. അബ്രഹാമിന്റെ തിരഞ്ഞെടുപ്പ് ഒരുത്തനോടല്ല, നീ മുഖാന്തരം സകല ജാതികളും. അപ്പം ഒരു ബ്ലെസ്സിങ്, അവനെ ഐ വിൽ മേക്ക് യു എ ബ്ലെസ്സിങ്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ത്രൂ യു ഞാൻ എല്ലാ ജനതയും അനുഗ്രഹിക്കും. ദൈവത്തിന് ഈ രണ്ട് പദ്ധതിയുണ്ട്. നമ്മെ മാത്രം ദൈവം ബ്ലെസ് ചെയ്യത്തില്ല, നമ്മെ ബ്ലെസ് ചെയ്താൽ നമ്മുടെ കൂടെ ഉള്ളവരും അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ആശ്വാസം പ്രാപിച്ചാൽ നമ്മുടെ കൂടെ ഉള്ളവരും ആശ്വാസം പ്രാപിക്കും. നമ്മൾ സമാധാനം പ്രാപിച്ചാൽ നമ്മുടെ കൂടെ ഉള്ളവരിലേക്ക് സമാധാനം ചെല്ലും. നാം കൃപ അനുഭവിച്ചാൽ നമ്മുടെ കൂടെ ഉള്ളവരിലേക്ക് കൃപ പകരും. നമ്മൾ എന്ത് അനുഭവിക്കുന്നോ അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള മുഴുവൻ ജനത്തിനും പങ്കുവെക്കപ്പെടും. നിങ്ങൾ കൃപ പ്രാപിച്ചെങ്കിൽ കൃപ പങ്കുവെക്കപ്പെടും. പൗലോസ് തന്റെ കാരാഗ്രഹത്തിനകത്തു നിന്ന് ജഡത്തിൽ ക്ഷീണിച്ചൊരു ഒരു ശിഷ്യൻ തനിക്കുണ്ട്, കൂടെ നിഴല് പോലെ നടക്കുന്ന ഒരുത്തൻ, തീമത്തിയോസ്. ഏറ്റവും ലാസ്റ്റ് ഫൈനൽ ലെറ്റർ എഴുതിയപ്പം തീമത്തിയോസിന് എന്താ പറഞ്ഞത്? മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ഈ അവസാന വാക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? ദാവീദ് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ പദം എന്താ? തൻ്റെ മകനായ ശലോമോനെ വിളിച്ചിട്ട് പറഞ്ഞിടാ, നീ ഇന്ന ആൾക്കാരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അവരെനിക്ക് വളരെ എന്ത് ചെയ്താ? ദോഷം ചെയ്ത. നീ മിടുക്കനല്ലോ എന്ന് പറഞ്ഞാൽ നീ നൈസായിട്ട് അവരെ അങ്ങ് തീർത്തേക്കണമെന്ന്. ഏറ്റവും ലാസ്റ്റ് ടോർപ്പിഡോ വെച്ചിട്ടാണ് ദാവീദ് മരിച്ചത്. മകൻ ലിസ്റ്റിൽ പോലും ഇല്ല. പക്ഷെ ഒരു പ്രേക്ഷിത വര്യൻ, ഒരു അഭിഷക്തൻ മരിക്കുന്ന സമയത്ത് അടുത്ത തലമുറയോട് പറഞ്ഞ പദമാണ്, മകൻ നീ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. കൃപ പ്രാപിച്ചവന് കൃപ പങ്കുവെക്കാൻ പറ്റും. കൃപ പ്രാപിച്ചവനെ കൃപ പങ്കുവെക്കാൻ പറ്റത്തുള്ളൂ. ആശ്വാസം പ്രാപിച്ചവനെ ആശ്വാസം പങ്കുവെക്കാൻ പറ്റത്തുള്ളൂ. പൗലോസ് പറഞ്ഞു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഈ വിധ കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടതിന് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചെന്ന്. അപ്പം ആശ്വാസം പ്രാപിക്കുന്നത് എന്തിനാ? ആശ്വാസം പങ്കുവെക്കാൻ വേണ്ടിയാ. സമാധാനം തരുന്നത് മറ്റൊരു പദമുണ്ട്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. സമാധാനം നിറഞ്ഞു വരിക. ഈ നിറഞ്ഞു വന്നാൽ എന്ത് ചെയ്യും? നിറയുന്നത് പങ്കുവെച്ചു കൊടുക്കും. അപ്പൊ സമാധാനം പ്രാപിക്കുന്നവന് സമാധാനം പങ്കുവെക്കാൻ കഴിയും. ആശ്വാസം പ്രാപിക്കുന്നവൻ ആശ്വാസം പങ്കുവെക്കാൻ കഴിയും. ദൈവകൃപ ആസ്വദിക്കുന്നവന് ദൈവകൃപ പങ്കുവെക്കാൻ കഴിയും. നമ്മൾ അനുഭവിക്കുന്നതൊന്നും നമുക്ക് വേണ്ടിയല്ല, നമ്മൾ അനുഭവിക്കുന്നതിനെ പങ്കുവെക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെങ്കിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എനിക്ക് ലഭിച്ചതൊന്നും എൻ്റേതല്ല, എനിക്ക് മാത്രമുള്ളതല്ല. എൻ്റെ ദൈവസഭയോട് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്, എൻ്റെ കുടുംബത്തോട് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്, എൻ്റെ ആത്മീക ഗ്രഹത്തോട് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇത് പലപ്പോഴും ആത്മജീവിതത്തിലകത്ത് ഏറ്റവും കണ്ട കാര്യം ഉത്തരവാദിത്വമില്ലായ്മയാണ്. ദൈവ സാന്നിധ്യത്തോടും ദൈവിക സമൂഹത്തോടും ഒരു ഉത്തരവാദിത്വം ഇല്ല. എൻ്റെ പ്രിയരെ, നമ്മൾ ഒരിക്കലും അങ്ങനെ വിളിക്കപ്പെട്ടവരല്ല. നമ്മളായിരിക്കുന്ന എല്ലാ സമൂഹത്തോടും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ നിയോഗം. അത് സഭയാണോ? ഉത്തരവാദിത്വമുണ്ട്. കുടുംബമാണോ? ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ റോൾ അതിനകത്തുണ്ട്. എൻ്റെ റോൾ അതിനകത്തുണ്ട്. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, എല്ലാവർക്കും ഈ മൈക്കും കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഈ റോളിൽ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ചില പങ്കുണ്ട്. എൻ്റെ ദൈവസഭയുടെ വളർച്ചയ്ക്ക് എനിക്കൊരു പങ്കുണ്ട്. എൻ്റെ ദൈവസഭയുടെ പുരോഗതിക്ക് എനിക്കൊരു പങ്കുണ്ട്.
ഞാനത് ചെയ്യണമെന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും വന്നാൽ സ്വർഗം പറയും അവൻ്റെ ലൈഫിനകത്ത് അവൻ കൊടുത്ത താലന്ത് അവൻ ഉപയോഗിക്കുന്നുണ്ട്. 1 താലന്ത് കർത്താവ് 1 എന്ന നമ്പറല്ല നോക്കുന്നേ, 2 എന്ന നമ്പറല്ല നോക്കുന്നേ, 5 എന്ന നമ്പരുമല്ല നോക്കുന്നത്. കർത്താവ് നോക്കുന്നത് അതിനകത്തുള്ള വിശ്വസ്തതയാണ്. 1 എത്ര പരിശ്രമിച്ചാലും മറ്റുള്ളവർ പരിശ്രമിച്ചതുപോലാണ് 2 ആകത്തുള്ളതെന്ന് കർത്താവിന് അറിയാം. 2 4 ആകത്തുള്ളതെന്നറിയാം, 5 10 ആകത്തുള്ളതെന്നറിയാം. പക്ഷെ കർത്താവ് നമ്പറല്ല നോക്കുന്നത്, അതിനകത്ത് ഫെയ്ത്ത്ഫുൾനെസ്സാണ് നോക്കുന്നത്. എൻ്റെ പ്രിയരെ, പലപ്പോഴും ആത്മജീവിതത്തിനകത്ത് ദൈവസാന്നിധ്യത്തോട് അടുത്തു വരാൻ കഴിയാതെ മടുത്തുപോയി ഒരു സംഭാവനയും ദൈവ സമൂഹത്തിന് നൽകാൻ കഴിയാതെ ഒതുക്കപ്പെടുന്ന പശ്ചാത്തലത്തിലത്തുണ്ടെങ്കിൽ യു നീഡ് ടു റീപെന്റ്. ഞാൻ ഇന്ന് പകൽ ആ ദൂത് അങ്ങനെ പറയുന്നത്, ദൈവ സമൂഹത്തിനകത്ത് ഒരു സംഭാവനയും എനിക്കായി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ മാനസാന്തരപ്പെടണം. കാരണം സ്വർഗം അത് ആഗ്രഹിക്കുന്നുണ്ട്. ആത്മീയ ജീവിതത്തിനകത്ത് നമുക്ക് ഓരോരുത്തർക്കും ഒരു റോൾ ഉണ്ട് കേട്ടോ. നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഒരു ശരീരമെന്ന് പറഞ്ഞാൽ ഒരു കൈയുടെ പ്രവർത്തനമല്ല, ഒരു കാലിൻ്റെ പ്രവർത്തനമല്ല, ഒരു തലയുടെ പ്രവർത്തനമല്ല. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് യുക്തമായി ആത്മാവിൽ ഒന്നിച്ച് പണിതു വരുന്നു. ഇത് ഒന്നിച്ചുള്ള പണിയാ. വളരുന്ന കൂട്ടങ്ങളെ കണ്ടോ അവിടെ ഒന്നിച്ചൊരു പ്രവർത്തനം കാണും. ആത്മീക മുന്നേറ്റങ്ങളെ കണ്ടോ ഒരുമിച്ചൊരു ഓട്ടം കാണും. ഞാൻ ഈ ദൈവസഭയോട് ഇന്ന് പകൽ ആത്മാവിൽ പങ്കുവെക്കുന്ന ഒരു ദൈവിക ദൂത്, ഇങ്ങനെ യുക്തമായി ഒന്നിച്ചു പണിയാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഒന്നിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവ സാന്നിധ്യത്തിനകത്ത് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ ഞാൻ മാത്രമല്ല എന്നോടുകൂടെ പലരും. മോശെ അതാ പറഞ്ഞേ, എനിക്ക് ഒറ്റക്കല്ല, എൻ്റെ കൂടെ ഈ ജനം വേണം, എൻ്റെ കൂടെ ഈ ജനം വരണം. അവൻ പിന്നെ ദൈവത്തോട് മല്ലു പിടിക്കുക. കർത്താവ് പറഞ്ഞു, 16-ാമത്തെ വാക്യം പറയുന്നു, എന്നോട് നിന്റെ ജനത്തോട് കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളുടെ കൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കുമെന്ന് പറഞ്ഞു. ഈ മോശ പറയുക, ഞങ്ങളുടെ ആകെപ്പാടെ വിശേഷത അങ്ങ് കൂടെ ഉള്ളതാ. ഇത് കണ്ടിട്ട ജനം പറയുന്നത്, ദൈവത്തോട് കൂടെ ഉള്ള ജനം, ഇതാണ് ഞങ്ങളുടെ വിശേഷത. അപ്പം ദൈവത്തോട് വാഗ്ദത്തങ്ങൾ ഉറപ്പിച്ചിട്ട് അവസാനം പറയുന്ന ഒരു പദമാണ് പറയുന്നത്. 17-ാമത്തെ വാക്യം പറയുന്നു, യഹോവ മോശയോട്, നീ പറഞ്ഞ വാക്കുപോലെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ ആ തലം കേട്ടോ? ആ ദൈവം അടുത്ത പടി തിരുത്തിയിട്ട് പറയുക, എൻ്റെ സാന്നിധ്യം ഞാൻ ഈ ജനത്തിനയക്കും. നിനക്ക് വേണ്ടി മാത്രമല്ല, ഈ ജനത്തിന് ഞാൻ എൻ്റെ സാന്നിധ്യം അയക്കും. ഒരുവൻ താൻ അനുഭവിച്ച സാന്നിധ്യം കൊണ്ട് അവനൊരു ജനത്തെ നേടി കേട്ടോ. നമ്മൾ അനുഭവിക്കുന്ന സാന്നിധ്യം കൊണ്ട് ചിലതിനെ നേടാനാ, ചിലതിനെ പിടിച്ചടക്കാന്, ചിലതിനെ ഓവർകം ചെയ്യാന്, ചിലതിനെ പിടിച്ചു നിർത്താൻ നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, ഞാൻ അനുഭവിക്കുന്ന സാന്നിധ്യത്താൽ എനിക്ക് ചിലതിനെ പിടിച്ചടക്കാൻ പറ്റും, എനിക്ക് ചിലതിനെ പിടിച്ചടക്കാൻ പറ്റും, എനിക്ക് ചിലതിനെ ജയിക്കാൻ പറ്റും, എനിക്ക് ചിലതിനെ ഓവർകം ചെയ്യാൻ പറ്റും, എനിക്ക് ചിലതിനെ അതിജീവിക്കാൻ പറ്റും. ഇത് മുഴുവൻ സംഭവിക്കുന്നത് അപ്പൻ്റെ സാന്നിധ്യത്താലാ. മോശ അത് നേടി. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ വാക്ക് ഇതൊന്നുമല്ല. 18-ാമത്തെ വാക്യവാ, അപ്പോൾ അവൻ നിന്റെ തേജസ് എന്നെ കാണിച്ചു തരണമേ. അയ്യോ, ഞാൻ ആലോചിച്ചു, എൻ്റെ കർത്താവേ, ഇതിൻ്റെ 4-1 എക്സ്പീരിയൻസ് വരുമ്പോഴേ നമ്മൾ പറയും, കർത്താവേ മതിയപ്പാ. കാരണം മലയിൽ പോയി ഞാൻ അങ്ങേ കണ്ടു, മലയിൽ അങ്ങയുടെ സാന്നിധ്യം കണ്ടു, കൽപ്പലകയെ അങ്ങ് തന്നു, ഞാൻ സ്വീകരിച്ചു. തീർന്നില്ല, എൻ്റെ കൂടാരത്തിനകത്ത് അങ്ങ് ഇറങ്ങി വരുന്നുണ്ട്. അടുത്തത് അവിടം കൊണ്ട് തീരുന്നില്ല, ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ അഭിമുഖമായിട്ട് അങ്ങ് എന്ത് ചെയ്യുന്നുണ്ട്? സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങ് എന്നോട് ഇപ്പം പറഞ്ഞു, എനിക്ക് നിന്നോട് കൃപയും തോന്നിയിരിക്കുന്നു. ഇത്രയൊക്കെ വന്നാൽ നമ്മൾ പറയും, കർത്താവേ അയ്യോ ഇത്ര അനുഭവം ഉണ്ടല്ലോ. മോശ അതിനകത്തൊന്നും നിർത്തുന്നില്ല. മോശ പറയുന്നത്, കർത്താവേ നിന്റെ തേജസ് എന്നെ കാണിക്കണേ. പുള്ളിയുടെ അകത്ത് ഈ കൊതിയൊന്നും തീരുന്നില്ലേ? ഈ കൊതി തീരുന്നില്ലേ? ഞാൻ പറയുന്ന ആത്മീയ ജീവിതത്തിനകത്ത് ഇങ്ങനൊരു കൊതി വേണം കേട്ടോ. ആത്മീയ ജീവിതത്തിനകത്ത് ഇങ്ങനൊരു തേഴ്സ്റ്റ് നമ്മുടെ അകത്ത് വേണം. ദൈവവിഷയത്തിനകത്തൊരു ദാഹം നമ്മുടെ അകത്ത് വേണം. ദൈവ വചനത്തോടൊരു കൊതി നമ്മുടെ അകത്ത് വേണം. ദൈവ ആത്മാവിൻ്റെ ഇടപെടലിനൊരു കൊതി നമ്മുടെ അകത്ത് വേണം. കർത്താവുമായിട്ടുള്ള ബന്ധത്തിലൊരു കൊതി നമ്മുടെ അകത്ത് വേണം. ഞാൻ ഈ കാലത്ത് മനസ്സിലാക്കിയ ഏറ്റവും വലിയ പിശാചിൻ്റെ തന്ത്രം എന്തെന്നറിയോ? വിശ്വാസിയുടെ അകത്തെ കൊതി എടുത്തു കളഞ്ഞു. വിശ്വാസിയുടെ അകത്തെ കൊതി എടുത്തു കളഞ്ഞു. നമ്മുടെ അകത്തുനിന്ന് എന്ത് പോയി? കൊതി പോയി. നമ്മുടെ അകത്തുനിന്ന് ആവേശം പോയി. ഈ പിശാചിനറിയാം, ഈ കൊതി പോയാ നമ്മൾ സാധാരണ മനുഷ്യരാ.
പിന്നെ നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂട്ടി നമ്മുടെ ആ ഒരേ എക്സ്പീരിയൻസിനകത്ത് ഇരിക്കുക. 10 വയസ്സിൽ നിന്ന് ഒന്നും ചലിച്ചിട്ടില്ല. എവിടാണോ ഞാൻ ആ സ്ട്രക്കായത് ആ സെയിം പൊസിഷനിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. വയസ്സ് 50ആയി, മനസ്സുകൊണ്ട് ഇപ്പോഴും 10. കൊതി പോയതാ. നമ്മുടെ ഫോണുകളൊക്കെ ഇത് അപ്ഡേറ്റ് ചെയ്യണ്ടേ? ഈ അപ്ഡേറ്റ് ഒരു 2 വർഷമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഫോണിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ബഗ് കയറി വലതായി പോകും. ഞാൻ ചോദിക്കട്ടെ, സ്പിരിച്വൽ ലൈഫിനകത്ത് ബഗ് കയറിയ പലരും ഇരിക്കുന്നേ, സ്ട്രക്കായിട്ടിരിക്കുക, മന്ദീഭവിച്ചിരിക്കുക, ഒട്ടും മുന്നേറാൻ കഴിയാതിരിക്കുക. അവിടെയാ തമ്പുരാൻ പറയുന്നത്, യു നീഡ് ടു അപ്ഡേറ്റ്. നിങ്ങളൊരു അപ്ഡേഷൻ സംഭവിക്കണം, നിങ്ങളൊരു റിന്യൂവൽ സംഭവിക്കണം, നിങ്ങളൊരു റിഫോർമേഷൻ സംഭവിക്കണം. അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ എൻകൗണ്ടർ ചെയ്യണം. പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, അടുത്തൊരു തലത്തിൽ എനിക്ക് അങ്ങേ അനുഭവിക്കണം, അടുത്തൊരു തലത്തിൽ എനിക്ക് അങ്ങേ അനുഭവിക്കണം. ഒരായുസ് മുഴുവൻ കർത്താവിന് വീട് ഓടിയിട്ട് നിങ്ങൾ പൗലോസിനെ നോക്കിക്കേ. ഏറ്റവും ലാസ്റ്റ് ചോദിക്കും, പൗലോസെ താങ്കളുടെ ആഗ്രഹം എന്താ? താങ്കൾക്ക് ഇപ്പോഴും കൊതിയുണ്ടോ? പൗലോസ് പറഞ്ഞു, കൊതിയുണ്ടോന്നോ? ലോകത്തോടൊരു കൊതിയില്ല. ലോകത്തിൽ വരുന്ന എല്ലാ അവസ്ഥയിലും സംതൃപ്തിയോടിരിപ്പം ഞാൻ ശീലിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൊതി തീരാത്ത ഒരു സ്ഥലമുണ്ട്. അനുഭവിച്ചിട്ടും എനിക്ക് ആഗ്രഹം തീരാത്ത ഒരിടമുണ്ട്. എനിക്ക് ആഴത്തിൽ പഠിച്ചിട്ടും അറിവ് ഇനിയും വേണ്ടുന്നൊരു മേഖലയുണ്ട്. അത് മറ്റാരെയും പറ്റിയല്ല, എനിക്ക് അവനെ അറിയണം. എനിക്ക് അവിടുത്തെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം. എനിക്ക് അവിടുത്തെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയണം. ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നൊരു പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് താൻ പറയുന്നത്, അകത്തെ കൊതി ഇതുവരെ തീർന്നിട്ടില്ല, എനിക്കിപ്പോഴും എൻ്റെ കർത്താവിനെ അനുഭവിക്കണം. I want to know him. I want to know the power of his resurrection. I want to know the fellowship of his suffering. എനിക്ക് എൻ്റെ കർത്താവിനെ അറിയണം, പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം, കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയണം. ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നൊരു പുനരുത്ഥാനം പ്രാപിക്കണം. അകത്തി കൊതിയുണ്ടോ? എൻ്റെ കർത്താവിനെ കൂടുതൽ അറിയാൻ, ദൈവ സാന്നിധ്യത്തെ കൂടുതൽ അറിയാൻ, ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ കൂടുതൽ അറിയാൻ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പത്തെ അറിയാൻ നിങ്ങളുടെ അകത്തൊരു കൊതിയുണ്ടോ? കൊതിയുള്ളവരെ നിറയ്ക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. കൊതിയുള്ളവരെ സന്ദർശിക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. കൊതിയുള്ളവർ ഫേവർ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ, ഒരു കൊതി എൻ്റെ അകത്തുണ്ട്, എന്നെ ഒന്ന് കടാക്ഷിക്കണമെന്ന്, എന്നെ ഒന്ന് കൈപിടിക്കണമെന്ന് നിങ്ങളുടെ അകത്ത് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ദൈവം നിങ്ങളെ സന്ദർശിക്കും. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. അതിനേക്കാൾ മനോഹരമായൊരു പദമുണ്ടോ? യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. പൗലോസ് തൻ്റെ ലൈഫിനകത്ത് മുഴുവൻ അനുഭവിച്ചത് കർത്താവിനെ ആസ്വദിച്ചറിഞ്ഞു. ഏറ്റവും അവസാനം വരെയും ആസ്വദിച്ചറിഞ്ഞു. ഇങ്ങനൊരു കൊതി അകത്തുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവിനോട് പറയണം, അപ്പാ, എവിടെ ഞാൻ സ്റ്റക്കായിപ്പോയി, അപ്പാ, എവിടെയോ ഞാൻ ഹാങ് ആയിപ്പോയി. ആ സ്പിരിച്വൽ ലൈഫ് ഹാങ് ആയിപ്പോയി. സ്പിരിച്വൽ ലൈഫ് വല്ലാതെ മടുത്തുപോയി. എബ്രായ ലേഖനം പറയുന്നൊരു പദമുണ്ട്, തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും. തളർന്ന കൈകൾ, കുഴഞ്ഞ മുഴങ്കാലുകൾ അപകടമാണ്. ആത്മീയ ജീവിതത്തിൻ്റെ തളർന്ന കൈ അപകടമാണ്, കുഴഞ്ഞ മുഴങ്കാൽ അപകടമാണ്. ഇത് നിങ്ങളെ അത് ഉളുക്കി പോകാതെ വണ്ണം പാദം നിരത്താനാണ് പറയുന്നത്. അപ്പം ചില തളർന്ന കൈകൾ സാന്നിധ്യത്താൽ നിവർത്തപ്പെടട്ടെ. ആത്മീക അവയവങ്ങൾ തളർന്നു പോയത് നിവർത്തപ്പെടട്ടെ. ആത്മീക ജീവിതത്തിനകത്ത് തകർന്നു പോയ മേഖലകൾ പരിശുദ്ധാത്മാവ് റിവൈവ് ആക്കട്ടെ. ഇന്ന് പകൽ എത്ര പേര് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? സ്പിരിച്വൽ അവയവങ്ങൾ, ആത്മീക അവയവങ്ങൾ തളർന്നു പോയത് കർത്താവെ ഒന്ന് തിരിച്ചു പിടിക്കാൻ ആത്മാവിനേക്ക് കൃപ തരണമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചോ. സ്പിരിച്വൽ ലൈഫിനകത്ത് സംഭവിച്ച എല്ലാ മടുപ്പുകളും മാറട്ടെ. ആത്മാവിനെ ഞങ്ങളൊന്ന് തിരിച്ചു വരപ്പെടുന്ന, ആത്മാവിനെ ഞങ്ങളൊന്ന് ജീവിക്കപ്പെടുന്ന എല്ലാവരും ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. കണ്ണുകളടച്ച് വായിക്ക തുറന്നേ അല്പനിമിഷങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചോ. ആ ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് അധികമായിട്ടൊന്ന് അനുഭവിക്കണം. അങ്ങയുടെ കൂടെ ഞങ്ങൾക്ക് ഏറെ ഒന്ന് നടക്കണം. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് കേൾക്കണം. ആത്മനിയന്ത്രണത്തിനകത്ത് ഞങ്ങൾക്ക് കൂടെ ഒന്ന് ചലിക്കണം. സ്വർഗം ഞങ്ങളുടെ കരം പിടിക്കണമെന്ന് കൊതിക്കുന്നവർ ഇതിനകത്തുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ ദൈവ കടാക്ഷം കാണിക്കുന്ന, നിങ്ങളുടെ ദൈവ കൃപ കാണിക്കുന്ന, നിങ്ങളെ ദൈവം ഓർക്കുന്ന, നിങ്ങളെ ദൈവം കൈപിടിക്കുന്ന ഒരു ദൈവിക നിമിഷമായിട്ട് ഇന്ന് പകൽ മാറുക. അങ്ങനെ വിശ്വസിക്കുന്നവർ ഒന്നിച്ച് പ്രാർത്ഥിച്ചോ.
ആസ്ബദല രഗഡഗഡഗഷ്മനാധര പ്രബന്ധരാദിയ. സ്വർഗ്ഗമേ, എന്നെ കടാക്ഷിക്കണമേ. എനിക്ക് സാന്നിധ്യത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് എന്നെ ഒന്ന് ഇറക്കണമെന്ന് നിങ്ങൾ കൊതിക്കുന്നെങ്കിൽ, നിങ്ങളോട് ഫേവർ കാണിക്കുന്ന ദൈവം, നിങ്ങളോട് ഫേവർ കാണിക്കുന്ന ദൈവം, നിങ്ങളോട് മനസ്സലിവ് കാണിക്കുന്ന ഒരു ദൈവം പ്രാർത്ഥിക്കാൻ പോവാ. അങ്ങനെ നിങ്ങൾ കൊതിച്ച് നിങ്ങളുടെ അന്തരാത്മാവിൽ ആഗ്രഹിക്കുക. നിങ്ങൾ കരഞ്ഞുണ്ട് സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചോ. അങ്ങനെ കൊതിയോടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. കൊതിയോടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. അപ്പാ എന്നോട് മനസ്സറിയണമേ, അപ്പാ എന്നോട് മനസ്സറിയണമേ. ആ ദൈവത്തിൻ്റെ കൃപയുടെ അടുത്ത തലമനിൽ പ്രദാനം ചെയ്യണമേ. ഞാൻ കൊതിയോട് അങ്ങ് അടുക്ക വരിക അപ്പാ, കൊതിയോട് അങ്ങ് അടുക്കൽ വരിക. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അധികം അനുഭവിക്കണം. എനിക്ക് അങ്ങെ കൂടുതൽ ആസ്വദിക്കണം. ദൈവഹിതം എനിക്ക് തിരിച്ചറിയണം. എൻ്റെ കൈ പിടിച്ച് എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് നിങ്ങൾ കൊതിക്കുന്നെങ്കിൽ ധൈര്യത്തോടെ കരം ഉയർത്തിപ്പിടിച്ചോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. സ്വർഗം ചിലതൊക്കെ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി അയക്കുന്ന ദൈവവചനത്താൽ, ഇവിടെ പങ്കുപറ്റ വചനത്താൽ അത്ഭുതകരമായി ഇടപെട നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്ന ഒരു പകലായി മാറട്ടെ. ഞങ്ങളുടെ കർത്താവേ, അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം അവർക്ക് വേണ്ടി ചലിക്കുന്നത് കൊണ്ട് സ്തോത്രം. അങ്ങേ കൊതിക്കുന്ന, അങ്ങേ അറിയാൻ ആഗ്രഹിക്കുന്ന, അങ്ങിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന, അങ്ങിൽ ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ജനത്തോട് ദൈവം മനസ്സലിയണമേ, മനസ്സലിയണമേ, മനസ്സലിയണമേ. ദൈവം അവരോട് ഫേവർ കാണിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഈ ജനം അനുഗ്രഹിക്കപ്പെടേണ്ട ആത്മാവ് ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എനിക്കിങ്ങനെ ഇവിടെ വരുവാൻ, ശുശ്രൂഷിക്കുവാൻ കർത്താവ് തന്ന ഈ വലിയ അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പ്രിയ സണിയങ്ങളോടും ഈ ദൈവസഭയോടുമുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. എപ്പോഴും നിങ്ങൾ ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്, പ്രാർത്ഥനയിലുണ്ട്. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. കോട്ടയത്തെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.